നാളെ നീളുകയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം. നേതാക്കളെ വീണ്ടും കണ്ടിട്ടും ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിയുന്നില്ല. ജനവിധി വന്ന് 9ാം രാത്രിയിലും ഇരുട്ടിൽ തപ്പുന്നു രാഹുൽ ഗാന്ധിയും സംഘവും. മുൻ KPCC പ്രസിഡന്റുമാരും വർക്കിംഗ് പ്രസിഡന്റുമാരും അടങ്ങുന്ന നേതാക്കളുടെ പട ഡൽഹിയിലുണ്ട്. വോട്ട് ചെയ്ത ജനങ്ങളെ എത്ര ദിവസം കൂടി ഇങ്ങനെ വിഡ്ഢി കളിപ്പിക്കും കോൺഗ്രസ്? ഈ ചർച്ചയിൽ ഡോക്ടർ ജി ഗോപകുമാർ, രാഷ്ട്രതന്ത്ര വിദഗ്ധൻ, ഡോക്ടർ ഫസൽ ഗഫൂർ, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജിൻഡോ ജോൺ, കോൺഗ്രസ് നേതാവ്, ശ്രീ TK വിനോദൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ. ആദ്യം ഡോക്ടർ ജി ഗോപകുമാർ, 9ാമത്തെ രാത്രിയാണ് ഫലം വന്നിട്ട് കടന്നു പോകുന്നത്. കേരളത്തിന് ഇതുവരെ ഒരു മുഖ്യമന്ത്രി ആയില്ല. മുഖ്യമന്ത്രി ആര് വേണമെന്ന് തീരുമാനിച്ചിട്ടുകൂടിയില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് 3 ദിവസം മുമ്പ് നമ്മളെ അറിയിച്ചത്. എങ്കിൽ ഹൈക്കമാൻഡ് ഇപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെ ഡൽഹിക്ക് വിളിച്ച് ചർച്ച ചെയ്യുന്നു. ഇനിയിപ്പോൾ വോട്ട് ചെയ്ത എല്ലാവരെയും ഡൽഹിക്ക് വിളിച്ച് ചർച്ച ചെയ്ത് ആലോചിക്കുമെന്ന് അറിയില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തത് ആ സംവിധാനത്തിന്റെ ദുർബലാവസ്ഥയല്ലേ സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയൊരു വിമർശനത്തിന് കാരണമാക്കിയിട്ടുണ്ട്. ദേശീയ പത്രങ്ങളും ദേശീയ ചാനലുകളും എല്ലാം തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് വൈകുന്നു എന്നുള്ളത് ഓരോ ദിവസം കഴിയും തോറും ആ വിമർശനത്തിൻ്റെ മൂർച്ച കൂടുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് 102 പേർക്ക് UDFന് പിന്തുണ ജനങ്ങൾ നൽകി ഒരു വൻ ഭൂരിപക്ഷത്തിൽ ഗവൺമെൻറ് വരാനുള്ള സാഹചര്യം ജനങ്ങൾ ഉയർത്തിയത്, അതിനുള്ള അവസരം കൊടുത്തത്. അപ്പോൾ അതിൻ്റേതായ ഒരു മഹിമയിൽ നിന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് തീരുമാനിക്കാവുന്ന കാര്യം അത് നീട്ടിയെന്ന് മാത്രമല്ല, തന്ത്രപരമായതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. അത് ഹൈക്കമാൻഡിലുള്ള ഒരാൾ തന്നെ വളരെ ശക്തമായ രംഗത്ത് മത്സരിക്കുമ്പോൾ അവിടെ തുല്യമായിട്ട് എല്ലാവരും നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ആ മത്സരത്തിനകത്ത് തന്നെ ഒരു ഏറ്റക്കുറച്ചിലുണ്ട്. ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയായി. സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നന്നായിട്ട് ഇത് ആഘോഷിക്കുന്നു എന്ന് മാത്രമല്ല, ഈ പുത്തരിയിൽ തന്നെ കല്ല് കിടിച്ച രീതിയിലുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഭാവിയിൽ അടുത്ത 5 വർഷം ഭരിക്കേണ്ട ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന ഒരുപാട് നടപടികൾ, അത് നിയന്ത്രണവും അതിൻ്റെ വളർച്ചയും എല്ലാം നിൽക്കുന്നത് നേതൃത്വത്തിൻ്റെ ശക്തിയിൽ കൂടിയാണ്. ആ നിലയ്ക്ക് വിവാദമാക്കാതെ ഇത് മുന്നോട്ട് പോകാമായിരുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാന തലത്തിലുള്ള കോൺഗ്രസ് KPCCയും ഹൈക്കമാൻഡും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ടെങ്കിലും ശരിക്കും ട്രബിൾ ഷൂട്ടർ ആവേണ്ടത് ഹൈക്കമാൻഡ് തന്നെയായിരുന്നു. കാരണം അത് വളരെ പെട്ടെന്ന് പറ്റുമായിരുന്നു. കാരണം ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും അടുത്ത ആൾ തന്നെയാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അദ്ദേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് ഡിക്ലെയർ ചെയ്യണം. അതെല്ലാം കൊടുക്കുന്നില്ല എങ്കിൽ അത് അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ വിഷമമൊന്നുമില്ല. കാരണം എത്രയോ കാലമായിട്ട് ഹൈക്കമാൻഡിന് കൂടെ അടുത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരുപക്ഷെ ബാക്കി 2 പേരെ കൺവിൻസ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം വേണുഗോപാലിനെ കൺവിൻസ് ചെയ്യിക്കുന്നതായിരിക്കും. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. വൈകുന്തോറും വിവാദം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഖേദകരമായിരിക്കുന്നത്. 15ാം തീയതി റിസൾട്ട് വരും, എക്സാമിനേഷൻ്റെ റിസൾട്ട് വരുന്നു. സാധാരണഗതിയിൽ അതൊരു രാഷ്ട്രീയമായിട്ടും മന്ത്രിമാരൊക്കെ ആഘോഷിക്കാറുണ്ട്. മന്ത്രിമാർ തന്നെയാണ് റിസൾട്ടൊക്കെ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ 4ാം തീയതി വിധി വന്നിട്ട് 15ാം തീയതിക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടായെങ്കിൽ, കാരണം ജനങ്ങൾ ഇപ്പോൾ തമാശ രൂപേണ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ, കുട്ടികൾ തന്നെ വല്ലാതെ വിഷമത്തിലാണ്, അവർ വിഷമവൃത്തത്തിലാണ്, അവർക്ക് ടെൻഷൻ കൂടുന്നു. കാരണം റിസൾട്ട് നീട്ടിവെക്കുമോ, പരീക്ഷയുടെ റിസൾട്ട് നീട്ടിവെക്കുമോ? അപ്പോൾ ഇതെല്ലാം ചെന്ന് കൊള്ളുന്നത് വളരെ മനോഹരമായ വിജയം നേടിയ ഒരു പാർട്ടിയുടെ നെഞ്ചത്താണ്. കാരണം ജനങ്ങൾ ഇത്രയും നല്ലൊരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഐശ്വര്യത്തിൽ അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി മെറിറ്റും അതിനകത്തൊരു വലിയ ഘടകമാകണം. അങ്ങനെ പരിഗണിച്ചിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഒരു ഭരണസ്തംഭനമുണ്ട്. ഇപ്പോൾ ഉള്ളത് ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് ആണ്. അതൊരു സാങ്കേതികത്വം മാത്രമാണ്. SLC പരീക്ഷയുടെ റിസൾട്ട്, അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകം, മഴക്കാലത്തിനുള്ള പ്രിപ്പയർഡ്നെസ്, ജീവനക്കാരുടെ സ്ഥലം മാറ്റം, ഇങ്ങനെ 100 കണക്കിന് ഒരു ഭരണസ്തംഭനം അക്ഷരാർത്ഥത്തിൽ ഉണ്ടാകുന്ന നാഥനില്ലാത്ത കളരിയായി കേരളം മാറുന്നു. ഭരിക്കാൻ കേരളത്തിലെ ജനം 102 സീറ്റ് നൽകി ചുമതല ഏൽപ്പിച്ച UDFന് ആ ഭരണ സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ ഗൗരവമായ പ്രശ്നമായി അവിടെ നിൽക്കുമ്പോൾ, ശ്രീ ജിൻഡോ ജോൺ, ഘടകകക്ഷി MLA മാർ പറയുന്നത് കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? കോൺഗ്രസ് MLA മാർക്ക് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് തോന്നുന്നു. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് മുസ്ലിം ലീഗ് MLA മാർ പറയുന്നത്. പുറത്തിറങ്ങിയാൽ നാട്ടുകാർ ചോദ്യം ചെയ്യും. എന്തിന് വീട്ടിലിരുന്നാൽ വീട്ടിൽ വരുന്ന സന്ദർശകർക്കും ചോദിക്കാൻ ഈ കാര്യമേ ഉള്ളൂ, എവിടെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം.
ഘടകകക്ഷികളെ അടക്കം ഈ തരത്തിൽ വിഷമവൃത്തത്തിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. എന്ന് പുക കാണും? ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇന്ന് വൈകിയോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ ഒരു UDFൻ്റെ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കപ്പെടുകയും മുഖ്യമന്ത്രി അധികാരമേൽക്കുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യം കാണാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ട് ഇത്തരം വിമർശനങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം 9ാമത്തെ രാവ് എന്ന് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 8 ദിവസമായി. ഇതൊരു വലിയ വൈകലല്ലെങ്കിലും ഇത്രയും വിവരസാങ്കേതിക വിദ്യയൊക്കെ വികസിച്ച കാലത്ത് മാധ്യമങ്ങളും വിഷ്വൽ മീഡിയയും സോഷ്യൽ മീഡിയയൊക്കെ വല്ലാത്ത രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്ന രീതിയിൽ എല്ലാം എത്രയും ജനകീയമായിട്ട് ആളുകൾ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ വരുമ്പോൾ ഈ ഒരു 8 ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു വൈകലായിട്ട് ആളുകൾക്ക് തോന്നാം. പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലും അങ്ങനെ അതിനേക്കാൾ കൂടുതൽ വൈകിട്ടുണ്ട്. കോൺഗ്രസ് തന്നെ പല സ്ഥലത്തും മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ വൈകിയിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞു വെച്ചാണ്. അതിനപ്പുറത്ത് ഇത്തരം സിറ്റുവേഷൻസിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നതിനേക്കാൾ എല്ലാ ആളുകളെയും കേട്ടിട്ട് അഭിപ്രായം പറയാൻ താല്പര്യമുള്ള ആളുകളെ കേൾക്കുന്നു. താല്പര്യമുള്ള ആളുകളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹതയുണ്ട് എന്ന് വിചാരിക്കുന്ന താല്പര്യമുള്ള ആളുകളെ മുഴുവൻ കേട്ടുകൊണ്ട് സമയമെടുത്ത് തന്നെ തീരുമാനിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഒരു തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷം ആരെങ്കിലും കേട്ടില്ല, എനിക്ക് അഭിപ്രായം പറയാനുണ്ടായിരുന്നു എന്നുള്ള ഒരു ആക്ഷേപത്തിന് ഇട നൽകാതെ പരമാവധി ആളുകളെ കേട്ടിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജി. ആ 8 ദിവസം ഒരു വലിയ വൈകലാണെന്ന് അങ്ങനെ നോക്കുമില്ല. പക്ഷെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ 8 ദിവസം കൊണ്ട് മുഖ്യമന്ത്രി ഇല്ലാത്തത് എന്ത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. അതിന് ഉത്തരം പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ്. പിന്നെ അഭിലാഷ് ചോദിപ്പിച്ച ഒരു കാര്യം, ഇവിടെ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകം അതൊന്നും ഒരു ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂവേഷനാണ്. അധികാരം ഏൽക്കുന്ന മുഖ്യമന്ത്രി മാറിയാലും മാറിയില്ലെങ്കിലും ഒക്കെ ഗവൺമെന്റ് പ്രൊസീജിയേഴ്സ് അതുപോലെ തന്നെ നടക്കണം. കഴിഞ്ഞ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകം പോലും അടിച്ച് വെച്ചിരിക്കുന്ന ഒരു സർക്കാരാണെന്ന് അവകാശപ്പെട്ട ആളുകളെയാണ് ഇപ്പോൾ തോൽപ്പിച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ അവർ തോറ്റുപ്പോൾ പുസ്തകം എടുത്തിട്ട് വീട്ടിൽ പോയോ? അല്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് കള്ളമാണ് എന്ന് വീണ്ടും സത്യങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. പല സ്ഥലത്തും പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ പോലും ഉണ്ടായില്ല എന്നുള്ള സത്യങ്ങൾ, പുതിയ സത്യങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊന്നും ഇപ്പോൾ LDFൻ്റെ ആളുകളായിട്ട് തർക്കിക്കേണ്ട ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊന്നും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യം ആളുകളുടെ വൈകാരികമായ താല്പര്യമാണ്. കേരളത്തിൽ ഒരു UDFൻ്റെ മുഖ്യമന്ത്രിയെ കാണാൻ കൊതിച്ചിരുന്ന മനുഷ്യർ വോട്ട് ചെയ്തതിന് ശേഷം 8 ദിവസം കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള വൈകാരിക പ്രകടനം, അഭിപ്രായ പ്രകടനം മാത്രമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അതുകൊണ്ട് ഭരണത്തിൽ ഏതെങ്കിലും കുഴപ്പമുണ്ട് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മുൻപുണ്ടായിരുന്ന കുഴപ്പങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ളത്. അധികാരം ഏൽക്കുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങളുടെ പൂർണ്ണ പ്രതീക്ഷ. അതിന് ആദ്യം ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണം. TK വിനോദൻ, നമ്മൾ കോൺഗ്രസ് MLA-മാരുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത MLA-മാരുടെ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് പോയാൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കടുത്ത ഭാഷാപ്രയോഗങ്ങൾ കാണാം. തോളിലേറ്റി നടന്നുകൊണ്ടിരുന്ന അണികൾ MLA-മാർക്കെതിരെ, നേതാക്കൾക്കെതിരെ തിരിഞ്ഞത് കാണാം. ഈ ഉപജാപങ്ങളിൽ ആ MLA-മാർ ഭാഗഭാക്കാകുന്നതിൽ വലിയ രോഷം UDFന് വോട്ട് ചെയ്ത വോട്ടർമാർക്കുണ്ടെന്ന് അവരുടെ കമൻറ്റുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അത് സോഷ്യൽ മീഡിയ വഴി ഏതെങ്കിലും തരത്തിൽ ആസൂത്രിതമായി ഉണ്ടാക്കുന്നതാണെന്നൊന്നും പറയാൻ കഴിയില്ല. വളരെ ഓർഗാനിക്കായി ഉണ്ടാവുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി നീറ്റ് പരീക്ഷ സംബന്ധിച്ച് ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടപ്പോൾ അതിന് താഴെ മുഴുവൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച UDF പ്രവർത്തകരുടെ കുറിപ്പാണ്. ഈ തരത്തിൽ ശ്വാസം മുട്ടേണ്ട കാര്യമുണ്ടോ UDF സംവിധാനത്തിനും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനും? ഈ 7-8 ദിവസം വൈകി എന്നതല്ല ഞാൻ ഇതിനകത്ത് കാണുന്നത്. ഇപ്പം 2 അതിലധികമോ ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് പറയാനാവില്ല. കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയിൽ 2-ലധികം 3-ലധികമോ ഒക്കെ ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കാം. പക്ഷെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾ ഇവിടെ പ്രധാനപ്പെട്ട കണ്ടന്ററായി വന്നിരിക്കുന്നു. അദ്ദേഹത്തിനാണ് കൂടുതൽ MLA-മാരുടെ പിന്തുണയെന്ന് നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അങ്ങനെ അദ്ദേഹം കൂടി ഒരു കണ്ടന്ററായിട്ട് വരുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് പ്രശ്നമില്ലെങ്കിൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ല? അദ്ദേഹത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ പിൻവാതിലിലൂടെ ഇപ്പോൾ അദ്ദേഹത്തെ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളോടൊപ്പം നിർത്തി അഭിപ്രായം ചോദിക്കുന്നത് വളരെ വളരെ അസ്വാഭാവികമായ ഒരു കാര്യമാണ്. അതെന്തുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയില്ല? അല്ലെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം തീർത്തും മറ്റ് ഒരു MLA-ക്കും ഇല്ലാത്ത സവിശേഷമായ എന്ത് പ്രത്യേകതയാണ് അദ്ദേഹത്തിനുള്ളതെന്ന് വിശദീകരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനും അദ്ദേഹത്തെ പിന്താങ്ങുന്നവർക്കും ബാധ്യതയുണ്ട്. അത് A or B or C എന്നുള്ളതല്ല.
അതൊരു വളരെ 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 സവിശേഷമായിട്ടുള്ള പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം പരീക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടമാണിത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ഗുണപരമായ മാറ്റങ്ങൾക്ക് ശ്രമം നടത്തുകയും വലിയൊരളവോളം വിജയിക്കുകയും ചെയ്ത നേതാവാണ് അദ്ദേഹം. അപ്പോൾ എനിക്കൊന്ന് ആശയപരമായ പ്രശ്നങ്ങളിൽ, നയപരമായ പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തത, അതിൻ്റെ ആർട്ടിക്കുലേഷൻ സ്കിൽ അതൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ സംഘടനാപരമായ കാര്യങ്ങളിൽ അത് രാഹുൽ ഗാന്ധിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹത്തെ സഹായിക്കാൻ ശക്തമായ ഒരു ടീം, ഒരു നിരയോ അവിടെ ഇല്ല. ഇന്ന് പഴയ കോൺഗ്രസ് ഹൈക്കമാൻഡ് നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലത്ത് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ തകർച്ചയുടെ, കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും തകർന്നതെങ്ങനെ, രാജ്യത്തെങ്ങനെ പുറകോട്ട് പോയി നോക്കുമ്പം ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് 1967 9 സംസ്ഥാനങ്ങളിൽ ഒറ്റയടിക്ക് കോൺഗ്രസ് പരാജയപ്പെട്ടു. പക്ഷേ 71 ശക്തമായി തിരിച്ചു വന്നു. അന്നും തിരിച്ചു വരാത്ത ഒരു സംസ്ഥാനമുണ്ട്. 67 മുതൽ കോൺഗ്രസിന് പിന്നെ അങ്ങോട്ട് ഭരണകക്ഷിയാവാൻ പറ്റാത്തൊരു സംസ്ഥാനം തമിഴ്നാടിൽ അന്ന് ദ്രാവിഡ പ്രസ്ഥാനത്തിന് ഇടം നൽകിയ കോൺഗ്രസിന് തിരിച്ചു വരാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ ഒരു ഐക്യമുന്നണിയുടെ ഭാഗമായി, ഭരണത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ തന്നെയും കോൺഗ്രസ് അവിടെ സ്ഥാനമുറപ്പിച്ച ഒരു സംസ്ഥാനത്ത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വിജയിയെ പിന്തുണയ്ക്കുന്നതിന് കൃത്യമായ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. പക്ഷേ ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നിട്ട് ആ മുന്നണിക്ക് ആ സംസ്ഥാനത്ത് നേതൃത്വം നൽകിയ പാർട്ടി അറിയുക പോലും ചെയ്യാതെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കുക വളരെ അപക്വമായ ഒരു കാര്യമാണ്. അതുപോലെ എനിക്കൊന്ന് ഇത്തരം കാര്യങ്ങളിൽ അതുപോലെ ഐക്യമുന്നണി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെ, ഈ കാര്യങ്ങളിലുള്ള വലിയ പരിചയക്കുറവ്. ഐക്യമുന്നണി രാഷ്ട്രീയം രാഹുൽ ഗാന്ധി നേതൃത്വത്തിലേക്ക് വരുന്ന പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് 2017 മറ്റുമാണ്. അതിനുശേഷം 2 വർഷം അദ്ദേഹം ആ സ്ഥാനത്തിരുന്നുള്ളൂ. അപ്പോൾ അത് ഒന്നാം UPA 2ാം UPA കാലത്തും രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിലും അദ്ദേഹം ആയിരുന്നില്ല പ്രധാനമായിട്ടും ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ആയിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ ഐക്യമുന്നണി രാഷ്ട്രീയം കൈകാര്യം ചെയ്തതിലുള്ള വലിയ പിഴവ്, അല്ലാതെ തന്നെ മധ്യപ്രദേശിലൊക്കെ ഉണ്ടായ പിഴവ്, ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയെപ്പോലെ ആശയവ്യക്തതയുള്ള പ്രത്യയശാസ്ത്രപരമായി പ്രശ്നങ്ങളെ കാണാൻ സമീപിക്കുന്ന പുതിയ ഒരു പാതയിലൂടെ നമ്മുടെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് സംഘടനാപരമായ പിൻബലം നൽകാൻ ഒരാളില്ലാതെ പോയി എന്നത് വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോളം വളരെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ആളുകളായിരുന്നു നമ്മുടെ അഹമ്മദ് പട്ടേലിനെ പോലെയുള്ളവർക്ക് വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ കുറച്ചു കാലം വടക്കേ ഇന്ത്യയിൽ പഠനാവശ്യത്തിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉപയോഗപ്പെടുത്താതെ പോയപ്പോൾ ദിഗ്വിജയ് സിംഗിനെ പോലെ ഒരാൾ, അഴിമതിരഹിതനായ, അതേസമയം ഗ്രാസ് റൂട്ടിൽ ജനങ്ങളുടെ പൾസറിയാവുന്ന ഒരു നേതാവ്. തെക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലാണ് ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, അവരെന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന VM സുധീരനെ പോലെ ഒരു നേതാവ് നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്, അതിൻ്റെ ഐക്യമുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അനുഭവ പാഠങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ ഇപ്പോൾ കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ത്രീയെ അവർ രാജ്യസഭാ മെമ്പറാക്കി, അതൊക്കെ കോൺഗ്രസിൻ്റെ തീരുമാനം. പക്ഷേ അതിന് പകരം VM സുധീരനെ പോലെയുള്ള ആളായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആളുകളെ കണ്ടെത്താൻ, ശരിക്കും കഴിവുള്ള ആളുകളെ ദേശീയ രാഷ്ട്രീയത്തിൽ നേതൃത്വം നൽകാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്താനും അവരെ ഒപ്പം നിർത്താനും ഉള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി ആ കാര്യത്തിൽ പരാജയമാണ് എന്നുള്ളതാണ് താങ്കളുടെ ആ നിരീക്ഷണത്തിന്റെ പോലും ഞാൻ അങ്ങയിലേക്ക് വരാം. പക്ഷെ ഫസൽ ഗഫൂർ, അണികളുടെ രോഷം എങ്ങനെ ശമിപ്പിക്കുമെന്നൊരു വലിയ പ്രശ്നമുണ്ട്. അവർക്ക് വൈകുന്നതിൽ അല്ല പ്രശ്നം, VD സതീശനെ സൈഡ് ലൈൻ ചെയ്യുന്നു എന്നുള്ളതിലാണ് പ്രശ്നം. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അനൗൺസ് ചെയ്യുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് അറിയില്ല. പക്ഷേ അത് VD സതീശൻ അല്ലെങ്കിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാവും എന്നുള്ളതിന്റെ സൂചനയാണ് സോഷ്യൽ മീഡിയയിലും തെരുവിലും ഒക്കെ കാണുന്നത്. മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ നിശിതമായ വ്യക്തമായ നിലപാടുണ്ട്. അവർ ആരാണെങ്കിലും സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ VD സതീശൻ വേണമെന്ന നിലപാട് മുസ്ലിം ലീഗിന്റെ അണികൾക്കുണ്ട്, ആ അണികളുടെ ബോധ്യം നേതാക്കൾക്കുമുണ്ട് എന്ന നിലയിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിപ്പിക്കുന്നതും ഈ ഗ്രൗണ്ട് റിയാലിറ്റി ആയിരിക്കുമോ? അതായത് അവർക്ക് താല്പര്യം KC വേണുഗോപാലിനെയാണ്, KC വേണുഗോപാലിനെ അനൗൺസ് ചെയ്യാനാണ്. പക്ഷെ അത് അംഗീകരിക്കാത്ത നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് അണികളും UDFന്റെ വോട്ടർമാരും വരുന്നു എന്ന പ്രതിസന്ധിയാണോ ഇപ്പോൾ ഹൈക്കമാൻഡ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ കോൺഗ്രസ് അണികൾ വോട്ടർമാരും അതൊരു ഭാഗത്താണ്, സംശയമൊന്നുമില്ല. ഇപ്പുറത്തെ ഭാഗത്ത് പക്ഷേ കോൺഗ്രസിന്റെ MLA-മാരും MP-മാരും ഒരു ഭാഗത്തുമാണ്. ഇതാണ് ഇതിന്റെ പ്രശ്നം. ആ പ്രശ്നത്തിൽ നമുക്ക് നോക്കാം ലീഗിന്റെ റോൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഈ ലീഗ് ആക്ച്വലി ഇതുവരെ ഡയറക്റ്റായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല VD സതീശനെ ആക്കണം. ലീഗിന്റെ മീറ്റിംഗ് കൂടിയപ്പോൾ മനസ്സിലെ അവിടെയുള്ള MLA-മാരിൽ ഭൂരിപക്ഷം ആളും അതിനനുകൂലമായിട്ട് പറഞ്ഞു VD സതീശനാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ മുസ്ലിം ലീഗായിട്ട് എത്രയോ ദീർഘകാലമായിട്ടുള്ള വലിയ സ്നേഹബന്ധമുള്ളവരാണ്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അവിടെ അന്വേഷിച്ചാണല്ലോ. അപ്പോൾ അതിൽ ഇന്ന് തന്നെ നിങ്ങൾക്കറിയാം TV ഇബ്രാഹിം MLA, ഇന്നലെ അബ്ദുൽ ഹമീദ് മറ്റേ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ അതിന്റെ അർത്ഥം മുസ്ലിം ലീഗ് വളരെ അച്ചടക്കമുള്ള ഒരു പാർട്ടിയാണ്.
അപ്പൊ മോളിൽ നിന്നൊരു സിഗ്നൽ കിട്ടാതെ അവർ പറയൂല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അവരവരുടെ ഇച്ഛ പറയുന്നു. അതിൽ കോൺഗ്രസിൽ തന്നെ ചില ആൾക്കാർ പറയുന്നു ഒരു ഘടകകക്ഷി എന്ത് കാര്യമാണെന്നുള്ള ഈ കാര്യത്തിൽ കറക്റ്റാണ്. പക്ഷെ അതിന് കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടാവുന്നു. കോൺഗ്രസിന് 1967 ശേഷം ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല. 63 MLA-മാരാണ് പട്ടത്തിന്റെ മിനിസ്ട്രിയുടെ കാലത്തും ഉള്ളത്. പിന്നീട് ആന്റണിയുടെ മിനിസ്ട്രിയിലും 63 MLA, ഇപ്പോഴും 63. അതൊന്നും ഒരു ഇഞ്ച് പൊന്തിയിട്ടില്ല. ഇവിടെ ഭൂരിപക്ഷം വണച്ചാൽ നമുക്ക് എത്ര വേണം നമുക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ആ നിലക്ക് ലീഗ് ഒരു അഭിപ്രായം പറയുന്നു. അതേമാതിരി തന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് സുപ്രഭാതത്തിൽ അതിനെ പറ്റിയിട്ടൊരു ലേഖനമുണ്ട്. അത് ലീഗ് എഴുതിയതിന്റെ ആരും എഴുതിയതല്ല, ലീഗുകാരല്ല എഴുതിയിട്ടുള്ളത്. അത് സുപ്രഭാതം അതിന്റെ അഭിപ്രായം പറയുന്നു. മാധ്യമം ചിലപ്പോൾ അതിന്റെ അഭിപ്രായം പറഞ്ഞു, മാതൃഭൂമിയിൽ അതിന്റെ അഭിപ്രായം പറഞ്ഞു. അപ്പോ ആ നിലക്ക് നമ്മൾ ലീഗിന്റെ എന്ത് പറയുന്നു അവർ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് തന്നെ ഇന്ന് കെ മുരളീധരൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അഭിപ്രായം പറയാം. ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അഭിപ്രായം പറയാം. അപ്പൊ അതിനർത്ഥം ലീഗ് വേണമെന്ന് പറഞ്ഞില്ലല്ലോ, ലീഗ് ഭീഷണിപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ലീഗിന് എന്താണ് അതിന്റെ ധാർമ്മികമായിട്ട് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ കോഴിക്കോട് നിന്നാണ്. അപ്പൊ എനിക്ക് വ്യക്തമായിട്ട് അനുഭവത്തിൽ ഇരിക്കുന്നത് മലപ്പുറത്തും ഇല്ല. ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഉദാഹരണം ആര്യാടൻ ചൗക്കത്ത് 40,000 വോട്ട് നങ്ങാണ്ടിരിക്കുന്നു. എന്റെ ഓർമ്മ ഓർമ്മകൊണ്ടിരിക്കുന്നു, മനസ്സിലായില്ലേ? നൗഷാദ് അലി ജയിക്കുന്നു, മനസ്സിലായില്ലേ? ഇംപ്രഗ്നബിൾ ഫോർട്രസ് ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊന്നാണിയിൽ നിന്ന് വേണ്ട. കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇത്രയധികം ആയിട്ട് മുന്നോട്ട് വരുന്നു. ഇപ്പൊ ജയന്ത് ജയിക്കുന്നു, പ്രവീൺ ജയിക്കുന്നു, അഭിജിത്ത് ജയിക്കുന്നു. അപ്പൊ അതെല്ലാം ലീഗിന്റെ കൂടെ വോട്ടുണ്ടെന്നേ. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഭൂരിപക്ഷമുള്ള സീറ്റുകളെ ചോദിക്കാറുള്ളൂ. അവർക്ക് അല്ലാത്ത സീറ്റ് അവർ ചോദിക്കുന്നില്ല. അപ്പൊ അവർക്ക് ഭൂരിപക്ഷം ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അവരുടെ അണികൾക്ക് എന്ത് അസംതൃപ്തിയുണ്ട്, കാര്യങ്ങൾ നീങ്ങാത്തതിൽ അതവർ പ്രകടിപ്പിക്കുന്നു. അവർ പ്രകടിപ്പിക്കുന്നതിന് മറ്റൊരു രീതിയിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. അല്ല, മറ്റൊരു രീതിയിൽ ആരും കാണുന്നില്ല. ഞാൻ അതിൽ ഡോക്ടർ ഫസൽ ഗഫൂർ ലീഗിന്റെ മാത്രം ഒരു നിലപാട് എന്നുള്ളതിനപ്പുറത്ത് UDF-ന്റെ, കോൺഗ്രസിന്റെയും ലീഗിന്റെയും മറ്റ് ഘടകകക്ഷികളുടെയും അണികൾക്കാകെ അതിശക്തമായ ഒരു വികാരം അവിടെ ഉണ്ട്. പക്ഷെ ആ വികാരത്തിനനുസൃതമല്ല ഹൈക്കമാൻഡിന്റെ തീരുമാനം, ഇപ്പോഴത്തെ നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണോ ഇതിനകത്തെ പ്രശ്നം? അത് പ്രശ്നം അതാണ്. ഹൈക്കമാൻഡ് ഇത് കംപ്ലീറ്റ് ഞങ്ങളുടെ രാജ്യത്തെ ഭാഷ ഉപയോഗിക്കാൻ തുളമാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം. അവർക്ക് വേണുവിനാണ് മുഖ്യമന്ത്രി ആക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ പ്രഖ്യാപിക്കാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേണുവിനാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെന്ന് MLA-മാരുടെ കൂട്ടത്തിൽ. ആയിക്കോട്ടെ, ആദ്യം പ്രഖ്യാപിച്ചേക്കാൻ മതിയല്ലോ. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ എന്താ ചെയ്തിരുന്നെന്ന് കൂടെ ഞാൻ പറയാം. എല്ലാവരും പറയും PLT വിളിച്ചിട്ടാണെന്ന്. അങ്ങനെയല്ല ചെയ്യാറ്. ആദ്യം ഈ നേതാക്കന്മാർ എന്തിനു പറയുന്നു, ജവഹർലാൽ നെഹ്റു വിളിപ്പിച്ചല്ലോ ശ്രീകൃഷ്ണ സിൻഹേനെയും അനുഗ്രഹ നാരായണ സിൻഹേനെ. ആദ്യത്തെ ബീഹാർ വലിയ തർക്കമുണ്ടായി, രാജ്പുട്ട് ഭൂമിഹാർ ലോബികൾ തമ്മിൽ. അദ്ദേഹം വിളിപ്പിച്ചിട്ട് അതൊരു തീരുമാനത്തിലെത്തിയതിനു ശേഷമാണ് CLT വിളിക്കുന്നത്. ഇവിടെ എല്ലാം ഉൾട്ടയായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം CLT വിളിക്കുന്നു. CLT വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആർക്കാണ് ഭൂരിപക്ഷം തർക്കവും വേണ്ടല്ലോ. അതിനുശേഷം പിന്നീട് എന്താ ചെയ്യുന്നതിന് കൂടെ കുറച്ച് ആൾക്കാരെ വിളിക്കും, അവരെ അഭിപ്രായം അറിയാണ്. ഇതിട്ട് ഇപ്പൊ ഒരു കൂട്ടം അങ്ങോട്ട് വിളിക്കുന്നു. ആ കൂട്ടം പോയാലും കൂടുതൽ കുഴപ്പത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. പോയ കൂട്ടത്തിൽ VM സുധീരൻ, K മുരളീധരൻ ആൾക്കാർ ന്യൂട്രലും, അവര് സതീശിന് വേണ്ടിയിട്ടും മുല്ലപ്പള്ളി രാമചന്ദ്രനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ ന്യൂട്രലാണ്. അടുത്തൊരു ന്യൂട്രൽ ഉണ്ടെന്നേ, ആശുപത്രി കിടക്കുന്ന ന്യൂട്രൽ, മനസ്സിലായില്ലേ? ആ ന്യൂട്രൽ, അതായത് AK ആന്റണി, അദ്ദേഹം ന്യൂട്രലാണ്. അപ്പൊ എന്തിനാണ് ഈ ചർച്ചകൾ നടക്കുന്നത്? അവരൊക്കെ വിളിപ്പിക്കുന്ന എന്താണ്? അവരെ ഫോൺ വിളിച്ചു ചോദിച്ചാൽ പോരെ? ഇതിനെ വിളിച്ച് ഒരു നാടകമാക്കിയിട്ട് വെക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അത് അവർക്ക് തീരുമാനിക്കാം. എന്താ പറയുക, കോൺഗ്രസ് ഒരു നോമിനേറ്റഡ് പാർട്ടിയാണ്. ആ പാർട്ടിയിൽ അധികം ഇതും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ KPCC ഒക്കെ നോമിനേറ്റഡ് ആണ്. ജിൻഡോ ഇവിടെ ഉണ്ട് നമ്മുടെ മുന്നിൽ. ജിൻഡോ നോമിനേറ്റഡ് അല്ല. ജിൻഡോ ഇലക്ടഡ് ആയിട്ടുള്ള KSU പ്രസിഡന്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ. അപ്പൊ ആ നിലക്ക് ഇനി വർക്കിംഗ് പ്രസിഡന്റ്മാരെ വിളിച്ചിട്ട് എന്താ കാര്യം? വർക്കിംഗ് പ്രസിഡന്റ്മാരൊക്കെ നോമിനേറ്റഡ് അല്ലേ? വർക്കിംഗ് പ്രസിഡന്റ്മാരെ നോമിനേറ്റഡ്. അതിൽ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുള്ള സുധാകരനും ഹസനുമാണ്. അവർ വളരെ വ്യക്തമായിട്ട്, അവർ സീനിയർ നേതാക്കന്മാർ വ്യക്തമായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. വേണമെന്നാണ് വരുന്നത്. ഈ നാടകം എന്തിനാ? നമുക്ക് നാടകം വേണ്ടാന്ന്. എന്തിനാണ് നാടകം എന്നുള്ളതാണ് ആ ചോദ്യം. ഞാൻ അത് ജിൻഡോട് ചോദിക്കാം. ജിൻഡോ ജോൺ, ഇപ്പോൾ ഹൈക്കമാൻഡിന് ഒരു പേരുണ്ട്, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് ഒരു പക്ഷേ ഇലക്ഷന് മുമ്പ് തന്നെ ഒരു തീരുമാനം ഉണ്ടാകാം. KC വേണുഗോപാൽ കേരളം നയിക്കട്ടെ എന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇലക്ഷൻ കഴിഞ്ഞ ശേഷമെങ്കിലും ഇവിടുത്തെ ലീഡർഷിപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇതിനോടകം അത് പ്രഖ്യാപിക്കാം. അതിനപ്പുറത്ത് ഇത് എല്ലാവരെയും കൺസൾട്ട് ചെയ്യുന്നു, എല്ലാവരോടും ചോദിക്കുന്നു.
എന്നിട്ട് ഞങ്ങൾ ഇത്രയും വലിയ കൺസൾട്ടേഷൻ പ്രോസസ്സ് നടത്തിയിട്ട് ഇതിങ്ങനെ തീരുമാനിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഈ ആളുകളെ ഡൽഹിക്ക് വിളിക്കുന്നു, തിരിച്ചുവിടുന്നു, വീണ്ടും ഡൽഹിക്ക് വിളിക്കുന്നു, ഈ സംഭവമൊക്കെ നടക്കുന്നത്? നാടകം എന്നാണ് ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നത്. അഭിലാഷേ, ഇത് കാണുന്ന ആളുകൾക്ക് ഓരോ രീതിയിൽ അതിനെ വിലയിരുത്താം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉൾപാർട്ടി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് ഓരോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. അത് ചിലപ്പോൾ കാണുന്ന ആളുകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാം. അതിലൊന്നും ഞാനൊരു ആക്ഷേപം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം പരാജയമാണെങ്കിൽ തോറ്റ അമ്പി തകർന്നതിൽ നിന്നാണ് രാഹുൽ ഗാന്ധി പതുക്കെ എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുന്നത്. രാഹുൽ ഗാന്ധി എത്ര പരാജയപ്പെട്ട നേതാവാണെങ്കിലും ഇന്ന് ഈ രാജ്യത്തെ പ്രതിപക്ഷ ചേരിയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു നേതാവാണ്. നരേന്ദ്രമോദിക്കെതിരെ മുട്ടാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേരാണ് ആദ്യം പരാമർശിക്കപ്പെടുന്നത്. ഒരുപാട് പരിമിതികളുള്ള മനുഷ്യനാണ്, ഒരുപാട് കുറവുകളുണ്ടെന്നേ. അതിനപ്പുറത്ത് രാഹുൽ ഗാന്ധി ഒരു വിജയമാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഹിമാചൽ പ്രദേശിലെ സർക്കാർ മുന്നോട്ട് പോകുന്നത്, കോൺഗ്രസിന്റെ. കർണാടകയിലെ സർക്കാർ ജനപ്രിയ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയുടെ സർക്കാർ ജനപ്രിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. ഈ 3 സർക്കാരുകളുടെ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്തതും ഇതേ രീതിയിൽ തന്നെയാണ്. MLA-മാരുടെ ഭൂരിപക്ഷം, നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ എല്ലാം മുഖവിലക്കെടുത്തിട്ട് അതിൽ ഏറ്റവും യുക്തമായ ഒരു തീരുമാനമെടുത്തു. കേരളത്തിലും സവിശേഷമായ സാഹചര്യമുണ്ട്. അപ്പോൾ മറ്റൊരു തീരുമാനത്തിന് ഇപ്പോൾ ഭൂരിപക്ഷം MLA-മാരുടെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടുള്ള സാഹചര്യമുണ്ട്, അതും പരിശോധിക്കണം. ഇപ്പോൾ എല്ലാം കൂടി പരിശോധിച്ചിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മളെല്ലാം വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഓരോ മനുഷ്യരെയും കേൾക്കാനെടുക്കുന്ന ഈ പ്രൊസീജിയർ ഒരു നാടകമായിട്ട് തോന്നുന്നത്, അതിന് അത് ഓരോരുത്തരുടെയും വിലയിരുത്തലിന്റെ ഭാഗമാണ്. കേൾക്കാൻ ഒരു ഇടമുണ്ടാകുക എന്നുള്ളത് ശരിയാണ്. രാഹുൽ ഗാന്ധി പരാജയമാണെന്ന് ശ്രീ ടി കെ വിനോദൻ പറഞ്ഞത് പൊളിറ്റിക്കലി അല്ല, രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി പരാജയമാണെന്നല്ല പ്രതീക്ഷ നൽകുന്ന ഘടകമാണെന്നാണ് പറഞ്ഞത്. ആസ് ആൻ ഓർഗനൈസേഷൻ മാൻ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുന്നു? അതൊരു വലിയ ചോദ്യമാണ്. നമുക്ക് തന്നെ ഈ കോൺഗ്രസ് ഭരണം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ എടുത്താൽ ഛത്തീസ്ഗഡ്, അവിടെ ബാഗേലും ദേവും തമ്മിൽ തർക്കമുണ്ടായി, ഒടുവിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ കൈവിടുന്ന സാഹചര്യം ഉണ്ടായി. മധ്യപ്രദേശിൽ കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയും തമ്മിൽ തർക്കം നടന്നപ്പോൾ കമൽനാഥിന്റെ പക്ഷത്ത് നിന്നു. ഇപ്പോൾ പാർട്ടി തന്നെ മധ്യപ്രദേശിൽ ഇല്ലാത്ത അവസ്ഥയായി. ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചത് രാജസ്ഥാനിൽ, അവിടെ ഗെഹ്ലോട്ടും സച്ചിനും തമ്മിൽ തർക്കം ഉണ്ടായപ്പോൾ ഗെഹ്ലോട്ടിന്റെ പക്ഷത്തായിരുന്നു പാർട്ടി. ഇപ്പോൾ പാർട്ടി അവിടെ അധികാരത്തിലില്ല. പഞ്ചാബ് പോലൊരു സ്ഥലത്ത് BJPക്ക് കാലുകുത്താൻ ഇല്ലാത്ത സ്ഥലത്ത് അമരീന്ദർ സിംഗിനെ പിണക്കി സിദ്ധുവിന്റെ കൂടെ വന്നു. ഇപ്പൊ സിദ്ധുവും ഇല്ല, അമരീന്ദറും ഇല്ല, പാർട്ടിയും ഇല്ല, ആം ആദ്മി പാർട്ടി ഭരിക്കുകയാണ്. ഇപ്പോഴത്തെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഒരു കാലത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അന്നേരം ഗോഗോയ് കുടുംബത്തിനൊപ്പമായിരുന്നു. പോയി. ആന്ധ്രയുടെ കാര്യം അത് കുറച്ച് രാഹുൽ ഗാന്ധി പ്രധാന റോളിലുള്ളപ്പോൾ അല്ലാന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്തും ഈ 2 ദ്വന്ദ്ങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ ഒരു കൃത്യമായി രാഹുൽ ഗാന്ധി ഏത് പക്ഷത്ത് നിൽക്കുന്നോ ആ പക്ഷം അവസാനം പരാജയപ്പെടുകയും പാർട്ടി ആ സംസ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ചരിത്രം. അത് തന്നെ കേരളത്തിലും ആവർത്തിച്ചാലോ? അല്ല അഭിലാഷ്, 10 വർഷം തോറ്റതിന് ശേഷമാണല്ലോ ജയിക്കുന്നത്. 10 വർഷം തോറ്റതിന് ശേഷം ജയിക്കുന്നത്. ഇതപ്പോൾ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ല, കൂട്ടായ ഒരുപാട് മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയെ രാഹുൽ ഗാന്ധി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളതിനെ അത് ഞാൻ ഇന്ന് വിചാരിക്കുന്നത് അതൊരു നല്ല തീരുമാനമായിരുന്നുവെന്നാണ്. അതുപോലെ ഒരു വർഗീയവാദിയെ പ്രോത്സാഹിപ്പിച്ച് കോൺഗ്രസിനകത്ത് നിർത്തി അധികാരം ഉറപ്പിക്കുന്നതിനേക്കാൾ അധികാരമില്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആകുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി അവിടെ ചെന്നിട്ട് പറഞ്ഞ എന്താ, നിങ്ങൾ ഭരണം പിടിക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് സംഘപരിവാറിനോട് താല്പര്യമുള്ള ആളുകൾ ആദ്യം പുറത്തു പോകാനാണ് പറയുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലെത്തുക എന്നുള്ളത് രണ്ടാമത്തെ ചോയ്സാണ്. ഈ രാജ്യത്തെ എല്ലാ രീതിയിലുമുള്ള ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട് സർക്കാരുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ പോരാടാൻ നിൽക്കുമ്പോൾ പലതരത്തിലുമുള്ള ഭാഗ്യാന്വേഷികൾ, അല്പക്ഷേമം അന്വേഷിക്കാൻ പോകുന്നവർ, താല്പര്യങ്ങളുമായി പോകുന്നവരൊക്കെ പോകുന്നേ. അവസാനത്തെ മനുഷ്യൻ പോകുന്നവരെ ഞങ്ങളിങ്ങനെ നിൽക്കുന്നു. പൊക്കോട്ടെ, എത്ര ആളുകൾ പൊക്കോട്ടെ, കോൺഗ്രസ് എത്ര ഒലിച്ചു പോയാലും എല്ലാ സംസ്ഥാനത്തും ഇടമുള്ള ഒരു പാർട്ടിയാണ്. എത്ര പരാജയപ്പെട്ടാലും എല്ലാ സംസ്ഥാനത്തും മത്സരിക്കാൻ ഒരു ഒപ്പോസിഷൻ എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ഇന്നും ഉണ്ടെന്നുള്ളത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ ഞങ്ങൾ പരാജയപ്പെടുന്നത് ഞങ്ങളുടെ സംഘടനാപരമായ കുറവുകൾ കൊണ്ട് മാത്രമല്ല, അപ്പുറത്തുള്ള ആളുകളുടെ മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ കൂടിയുണ്ട്. അപ്പൊ ഞങ്ങളുടെ സംഘടനാപരമായ വീഴ്ചകൾ കൊണ്ടാണെങ്കിൽ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റോടെ 240 സീറ്റോടെ ഇന്ത്യ മുന്നണി മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി.
അപ്പോൾ അത് ഞങ്ങളുടെ സംഘടനാപരമായ നേട്ടത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കണ്ടേ? ഭാരത് ജോഡോ യാത്ര വിജയകരമായി പൂർത്തിയാക്കി ഈ രാജ്യത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രതീക്ഷ നൽകിയത് അത് സംഘടനാപരമായ വിജയമായിട്ട് കണക്കാക്കപ്പെടണ്ടേ? തെലങ്കാന ഓരോ സംസ്ഥാനത്തിലും ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയത് എണ്ണുമ്പോൾ ഞങ്ങൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? ഹിമാചൽ പ്രദേശ്, അത് കഴിഞ്ഞ് തെലങ്കാന, കർണാടക, ഇപ്പൊ കേരളം, ഓരോ സംസ്ഥാനത്തും ഞങ്ങൾ വീണ്ടും വീണ്ടും ഒന്നേന്ന് തുടങ്ങി എണ്ണം കൂട്ടിക്കൊണ്ടുവരുന്നു. ഞങ്ങൾ നഷ്ടപ്പെട്ട സ്റ്റേറ്റുകൾ എണ്ണുമ്പോൾ ഞങ്ങളുടെ എണ്ണം കൂടി വരുന്നത് കൂടി ഒന്ന് പരിഗണിക്കണം, ഞങ്ങളുടെ MP-മാരുടെ എണ്ണം കൂടി വരുന്ന ഒന്ന് പരിഗണിക്കണം എന്നുള്ളത് കൂടി ഒരു സജഷനാണ്. അപ്പൊ ഞങ്ങൾ സംഘടനാപരമായി പരാജയമാണെങ്കിൽ കേരളത്തിൽ ഈ ജയമുണ്ടാകില്ലല്ലോ. ഇപ്പോൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും പറഞ്ഞത് എന്താ? ഇവിടെ മുഖ്യമന്ത്രി തർക്കമുണ്ട്, അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കോ സാധ്യതയില്ല. അപ്പുറത്ത് ഒറ്റ നേതാവാണ് പിണറായി വിജയൻ. ഒറ്റ നേതാവുള്ളത് ഒരു കുറവാണെന്ന് വിചാരിക്കുന്നതാണ് ഞങ്ങൾ. ഒരുപാട് നേതാക്കന്മാരും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് കുറെ കൂടി നല്ലതെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ. കാരണം മനുഷ്യർക്ക് സംസാരിക്കാൻ ഇടമുണ്ടല്ലോ കോൺഗ്രസിൽ. ആളുകൾ സംസാരിക്കട്ടെ, അഭിപ്രായം കേൾക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും അഭിപ്രായം കേട്ടതിന് ശേഷം ഏറ്റവും യുക്തമായി തീരുമാനമെടുത്ത് കർണാടക പോലെ, തെലങ്കാന പോലെ, ഹിമാചൽ പ്രദേശ് പോലെ ഏറ്റവും ജനോപകാര പ്രവർത്തനങ്ങളുമായിട്ടുള്ള ഒരു സർക്കാർ കേരളത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഞങ്ങൾ തരത്തിലുള്ള ജനാധിപത്യമാണോ ഇപ്പോൾ നടക്കുന്നത്? എനിക്കൊരു ഇടവേള കഴിഞ്ഞ ചോദ്യം ഉന്നയിക്കാനുണ്ട്. ഇടവേള ചർച്ചയിലേക്ക് വേണം. ഡോക്ടർ ജി ഗോപകുമാർ, ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുക എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ മലയാളത്തിൽ. ഇപ്പോൾ നടക്കുന്നത് അത് തന്നെയല്ലേ? ഹൈക്കമാൻഡിന് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം. അപ്പോൾ CLP-യിലെ ഭൂരിപക്ഷം, കൂടുതൽ MLA-മാരുടെ പിന്തുണ, ഇനി നേതാക്കന്മാരുടെ പിന്തുണ, മുൻ PCC പ്രസിഡന്റുമാരുടെ പിന്തുണ, മുതിർന്ന നേതാക്കളുടെ പിന്തുണ, ഇതൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ KC വേണുഗോപാലിനാണ്. അതുകൊണ്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയുള്ള ഡിസൈനല്ലേ ഈ കാണുന്നതൊക്കെ? തീർച്ചയായിട്ടും ആ വഴിക്കാണ് പോകുന്നത്. ഇവിടെ കളി നിയമം തെറ്റിച്ചത് ആരാണെന്ന് ആദ്യം നോക്കണം. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന പശ്ചാത്തലത്തിൽ KPCCയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന K. സുധാകരൻ ഉയർത്തിയ ഒരു പ്രക്ഷോഭം നമ്മൾ ഡൽഹിയിലുള്ളത് കാണുകയുണ്ടായി. 4 ദിവസം ഹൈക്കമാൻഡിനെ മുൾമുനയിൽ നിർത്തിയപ്പോൾ ഹൈക്കമാൻഡ് ഒടുവിൽ ശക്തമായി പറഞ്ഞു, ഒരു MP-യും ഇലക്ഷന് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു MP-യും മത്സരത്തിലേക്ക്, ഈ നിയമസഭാ മത്സരത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അവർ മുഖ്യമന്ത്രിയാകാൻ വരുന്നില്ല എന്നല്ലേ അത് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ കളി നിയമം തെറ്റിച്ച ആരാണ്? ആ തെറ്റിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ ജനകീയത എത്ര വർദ്ധിച്ച പശ്ചാത്തലം. 63 സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ നേട്ടമാണ്. മുസ്ലിം ലീഗിൻ്റെയൊക്കെ സംഭാവന ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല. കേരളത്തിലെ മിക്കവാറും എല്ലാ നിയോജകമണ്ഡലങ്ങളിലും കോൺഗ്രസിനെ സഹായിക്കാൻ മുസ്ലിം ലീഗുണ്ട്. മുസ്ലിം ലീഗിൻ്റെ വളർച്ച കോൺഗ്രസിൻ്റെ ശക്തി കൂട്ടി എന്ന് തന്നെ പറയാം. ഘടകകക്ഷികളും പറയുന്നതും കണക്കിലെടുക്കാതെ ഹൈക്കമാൻഡിൻ്റെ ഏകപക്ഷീയമായ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഈ MLA-മാരെന്ന് പറയുന്നത് ആരാണ്? അവരെങ്ങനെ MLA-മാരാകുന്നു? അവിടെ എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡിനോട്, പ്രത്യേകിച്ച് വേണുഗോപാലിനോട് ഇത്രത്തോളം കൂറ് MLA-മാർക്കുള്ളത്? നമുക്കത് അറിയാവുന്നല്ലേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു, സംഘടനാ സെക്രട്ടറിയുമായിട്ടുള്ള ബന്ധം. അത് സതീശൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഞാൻ 140 MLA 140 ഭരണ മുന്നണിയിലെ 140 പേരെയും ജയിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുകയായിരുന്നു, ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജനകീയ പിന്തുണയുള്ളത്. 2 പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടല്ലോ. ഒന്ന് മുൻ പ്രതിപക്ഷ നേതാവും, രണ്ടാമത് നിലവിൽ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവും. അവർ രണ്ടുപേരും ഗൃഹപാഠം നന്നായിട്ട് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ നല്ലപോലെ വർക്ക് ചെയ്ത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും പിണറായി വിജയനെയും വെല്ലുവിളിച്ച് മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ഫലം കൂടിയാണ് ഈ വമ്പിച്ച വിജയം. അപ്പോൾ അതിനെ ചെറുതായിട്ട് കാണാൻ പറ്റില്ല. വളരെ പെട്ടെന്ന് ഒരാൾ മുകളിൽ നിന്ന് വന്ന് ഇറങ്ങുകയാണ്. അതാണ് ഈ വിവാദത്തിൻ്റെ കാര്യം. ഈ വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ സംഘടനയിലെ ആൾക്കാർക്ക് നന്നായിട്ടറിയാം ജനങ്ങളിടയിൽ കടുത്ത അമർഷമുണ്ട് എന്നുള്ളത്. പാർട്ടി എന്ന് പറയുന്നതും പാർട്ടിയുടെ MLA-മാരെന്ന് പറയുന്നത് അതാണ് പ്രൊസീജിയറെങ്കിൽ എല്ലായിടത്തും ആ പ്രൊസീജിയർ കാണിക്കണം. എല്ലാ സ്ഥലത്തും അങ്ങനെ കാണിച്ചിട്ടില്ല. കർണാടക ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ഇപ്പോൾ അഴിമതി ആരോപണം എത്ര വലിയ നിലയിലാണ് എത്തിയിരിക്കണമെന്ന് അറിയാമോ? അപ്പോൾ അവിടെയും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള സംഘടന തുടരുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ സംഘടനാപരമായ ശക്തി ഉണ്ടാക്കുക, അത് കഴിയുന്നില്ല. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള പ്രതീതി വരുന്നു. ഇവിടെ തന്നെ എല്ലാ അണികളും, ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് സഖ്യകക്ഷികളെല്ലാം പറയുന്ന ഒരു തീരുമാനത്തെ ഇഗ്നോർ ചെയ്തുകൊണ്ട്
UDFിൻ്റെ ലീഡറായിട്ട് വരേണ്ട ആളിനെ കുറിച്ചാണ് ഈ കോൺട്രവേഴ്സി വന്നിരിക്കുന്നത്. ഇപ്പോൾ ശക്തിയുള്ളിടത്താണ് അവസാനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വേണുഗോപാലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഈ നാടകം കാണിക്കുന്നത്? അത് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു നാടകത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇതാരും വിശ്വസിക്കാനും പോകുന്നില്ല. വളരെ ജനകീയ ഒരാളെ പ്രൊജക്റ്റ് ചെയ്ത് സർവേകളിൽ പോലും ആ പ്രൊജക്ഷന് പിന്തുണ കിട്ടി. അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ പ്രവർത്തനത്തിന് ശ്ലാഘനീയമായ പിന്തുണ ജനങ്ങൾ നൽകി. ആ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേകിച്ച് ഒരു പുതിയൊരാൾ, വിഷനുള്ള ഒരാൾ, കാഴ്ചപ്പാടുള്ള ഒരാൾ ടീം UDF എന്നുള്ള സങ്കല്പം കൊണ്ടുവന്നു. ഇപ്പോൾ ആ ടീം UDF ഉണ്ടോ? അപ്പോൾ ഇനിയുള്ള 5 കൊല്ലം ഭരിക്കുമ്പോൾ ഇപ്പോഴുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മുന്നോട്ടുള്ള ഭരണത്തെ ബാധിക്കില്ലേ? പ്രതിപക്ഷം അത്ര ദുർബലമൊന്നുമല്ല. ഇതിപ്പോൾ കേരളത്തിലാണെങ്കിലും വലിയ ഭൂരിപക്ഷം കിട്ടുമ്പോഴൊക്കെ ഏത് മുന്നണിയാണെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ട്. 1967 അന്നത്തെ ഇടതുമുന്നണി എന്ന് പറയാൻ പറ്റില്ല, ഐക്യമുന്നണിക്ക് വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയത്. 133 പേരുള്ള അസംബ്ലിയിൽ 119 പേരാണ് കിട്ടിയത്. കോൺഗ്രസ്സിന് വെറും 9 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് മാറി. 1977 140 അംഗസംഖ്യയിൽ 117 കരുണാകരൻ നയിച്ച ഗവൺമെൻറ്റിനുണ്ടായിരുന്നത്. 1 മാസം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് മാറി. തുടർന്ന് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും മാറി. 4 ഗവൺമെൻറ്റുകൾ തുടർച്ച. അപ്പോൾ കേരളം ഈ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് വളരെയധികം പേരുകേട്ടൊരു സംസ്ഥാനമാണ്, ദുഷ്പേരുകേട്ട സംസ്ഥാനമാണ്. അപ്പോൾ ഗ്രൂപ്പ് വഴക്കിന് വളരെയധികം വളം വച്ചിട്ടുള്ള ഒരു പാർട്ടിക്ക് ഈ തുടക്കത്തിൽ തന്നെ പുത്തരിയിൽ തന്നെ കല്ലുകടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയത് തികച്ചും വ്യസനകരമാണ്. അത് UDFിൽ നിന്ന് പ്രതീക്ഷ വെച്ച ജനങ്ങൾക്കും വളരെ നിരാശജനകമായ ഒരു തുടക്കമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും. ശരി, ശ്രീ TK വിനോദൻ, VS അച്യുതാനന്ദന് 2 തവണ CPM സീറ്റ് നിഷേധിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് 2 തവണയും തിരുത്തി. 2 തവണയും ജനങ്ങൾ തെരുവിലിറങ്ങി അത് തിരുത്തുകയാണ് ചെയ്തത്. അന്നത്തെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് വാർത്താ സമ്മേളനത്തിൽ അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കകത്തും പുറത്തും ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ പരിഗണിച്ചാണ് ഞങ്ങൾ ഈ തീരുമാനമെടുക്കുന്നതെന്ന് പ്രകാശ് കാരാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കേഡർ പാർട്ടിയായ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPMന് ഈ തെരുവിലൊക്കെ ഉണ്ടാവുന്ന രോഷം പരിഗണിച്ചൊരു തീരുമാനം മാറ്റേണ്ടി വന്ന ചരിത്രമുണ്ടപ്പോൾ ജനാധിപത്യ പാർട്ടിയായ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പ്രകടനം നടക്കുന്നു, ആളുകൾ അഭിപ്രായം പറയുന്നു എന്നൊക്കെ ഉള്ളത് വലിയ വിഷയമാണോ? ഇന്നും രാഹുൽ ഗാന്ധി ഈ വന്ന നേതാക്കളോട്, മുൻ PCC അധ്യക്ഷന്മാരോട് എങ്ങനെ ഈ പ്രതികരണം ഉണ്ടായി, ആരാണ് ഈ പ്രകടനങ്ങൾക്ക് പിന്നിൽ എന്നൊക്കെയാണ് പ്രധാനമായും ആരാഞ്ഞത്. അദ്ദേഹം കടുത്ത രോഷത്തിലാണ് എന്നാണ് പറയുന്നത്. കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ ജനങ്ങൾക്ക് ഹിതകരമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നാത്ത ഒരു തീരുമാനം വന്നാൽ ജനങ്ങൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. ആ പ്രതികരണം അവസാനിപ്പിക്കൂ ആദ്യം എന്നുള്ളതാണോ ഇക്കാര്യത്തിൽ കോൺഗ്രസ് എടുക്കേണ്ട സമീപനം? പ്രകടനങ്ങൾ സ്വാഭാവികമാണോ ആസൂത്രിതമാണോ എന്ന കാര്യത്തിൽ ആസൂത്രിതമാണ് എന്ന തരത്തിൽ അദ്ദേഹത്തെ ആരെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ ഒന്ന് മാറ്റട്ടെ. രാഹുൽ ഗാന്ധി പരാജയം ആണെന്നേ അല്ല ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയമായ കാര്യങ്ങളിൽ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ഹിന്ദുത്വ ഫാഷിസത്തിനെതിരായിട്ട് അദ്ദേഹം സ്വീകരിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള നിലപാട്, നെഹ്റുവിയൻ സോഷ്യലിസം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം കാണിക്കുന്ന വ്യഗ്രത, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര, ഇതൊക്കെ ഇന്ത്യയിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു പുതിയ തരം രാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വളരെ അർത്ഥപൂർണമായ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ അങ്ങേയറ്റം മാനിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ പറഞ്ഞത് സംഘടനാപരമായി രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു ആശയവ്യക്തതയുള്ള, മതനിരപേക്ഷതയോട് അചഞ്ചലമായ കൂറുള്ള ഒരു നേതാവിന്, അദ്ദേഹത്തിന് സംഘടനാപരമായി സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം, അതിൻ്റെ ഒരു കുറവ് അനുഭവപ്പെടുന്നു എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പുതിയ തരം രാഷ്ട്രീയത്തിൻ്റെ, രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ആ പുതിയ തരം രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് കേരളത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രതിപക്ഷ നേതാവിന് UDFിൻ്റെ വോട്ടർമാരെങ്കിലും കണ്ടത്. ആ ഒരു പുതിയ തരം രാഷ്ട്രീയം, പുതുതലമുറ രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വ്യത്യാസം, പഴയ തലമുറ രാഷ്ട്രീയവും പുതുതലമുറ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം, അവിടെ നമ്മുടെ ഈ പുതുതലമുറ എന്ന് പറയുന്ന MLA-മാരൊക്കെ മറുഭാഗത്ത് നിൽക്കുന്നു എന്നാണ് വാർത്തകളിൽ കാണുന്നത്. അതിന് പ്രായോഗികമായ കാരണങ്ങളാണ്. നേരത്തെ ആരോ പറഞ്ഞു കേട്ടു, ഇലക്ഷന് ഫണ്ട് സഹായിച്ച അദ്ദേഹമാണ്, അങ്ങനെയൊക്കെയുള്ള പ്രായോഗികമായ കാരണങ്ങളാണ്. പക്ഷേ നാട്ടിലെ ചെറുപ്പക്കാർ ഇതിന് വോട്ട് ചെയ്തതിൽ മഹാഭൂരിപക്ഷം വരുന്ന UDFന് പുറത്തു നിൽക്കുന്ന ആളുകൾ, അവർ പ്രതീക്ഷയോടുള്ളത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ, മതനിരപേക്ഷതയോട് സന്ധി ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സാമുദായിക ശക്തികൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനോട് യോജിപ്പില്ലാത്ത ആളുകൾ, അവരൊക്കെയാണ് എനിക്ക് തോന്നുന്നു ആ പുതിയ തരം രാഷ്ട്രീയത്തിൻ്റെ പ്രതീക്ഷിച്ച് ഈ പ്രതിപക്ഷത്തിന് ഇത്തവണ വോട്ട് ചെയ്തത്.
അപ്പോൾ അതിനെ അട്ടിമറിച്ചുകൊണ്ട് വേറെ ഒരാൾ വരുന്നു എന്ന ഒരു ധാരണ ശരിക്കും അവരിൽ വളരെ വലിയ ആശങ്കയും പ്രതിഷേധവും രോഷവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നേരത്തെ ഐക്യമുന്നണി രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ്സിന് കേരളത്തിലെ മുസ്ലിം ലീഗിനെ പോലെ ഇത്രയും ലോയലായിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അലൈ ഉണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിലാണ് ഐക്യമുന്നണി രാഷ്ട്രീയം ആരംഭിക്കുന്നത്. അദ്ദേഹത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞ ചില നമ്പറുകളൊക്കെ തെറ്റിപ്പോയെങ്കിലും 1960 ആരംഭിക്കുന്ന ആ ഐക്യമുന്നണി രാഷ്ട്രീയം കേരളത്തിലാണ് തുടങ്ങുന്നത്. പിന്നീട് ഇന്ത്യയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഐക്യമുന്നണി രാഷ്ട്രീയം ഒരു ദേശീയ തലത്തിൽ കൈകാര്യം ചെയ്യുന്നത് വളരെ വൈകി. ഒന്നാം UPA കാലം മുതലാണ് ഈ ഐക്യമുന്നണി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് ഉടനീളം ഈ അതിൻ്റെ ചരിത്രത്തിലൂടെ 56 വർഷത്തോളം പഴക്കമുള്ള ഒരു ബന്ധമാണ്. ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ഈ ഐക്യജനാധിപത്യ മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആദ്യ ഐക്യമുന്നണിയായിരുന്നു, പിന്നീട് ഐക്യജനാധിപത്യ മുന്നണിയായതിനു ശേഷവും അങ്ങനെ നിലകൊണ്ടിട്ടുള്ള ഒരു ആ ഘടകകക്ഷിയെ ഒപ്പം നിർത്താനും അവരുടെ വികാരങ്ങൾ മാനിക്കാനും ശ്രമിക്കേണ്ടതിന് പകരം ഇപ്പോൾ അവരെ ആക്ഷേപിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ആക്ഷേപം ഉണ്ടാകുമ്പോൾ അതിനെ വിലക്കാൻ ഇപ്പം ചിലർ പറയുന്നത് മുസ്ലിം ലീഗിന് വഴങ്ങാൻ പാടില്ല എന്നതുകൊണ്ടാണ് അവർ വേറൊരു തീരുമാനം എടുക്കാൻ പോകുന്നതെന്നാണ്. അതെന്തൊരു തെറ്റ്. കാരണം മുസ്ലിം ലീഗ് ആ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിരിക്കെ വഴങ്ങുന്നതും വഴങ്ങാത്തയും പ്രശ്നമല്ല. അവരുടെ അഭിപ്രായം കേൾക്കുക, അവർ പറയുന്നത് ശരിയുണ്ടോ നോക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റെല്ലാ ഘടകകക്ഷികളും ആ നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഏതൊരു വ്യക്തിയുടെ കാര്യമല്ല. അപ്പോൾ ഘടകകക്ഷികൾ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുകയും MLA-മാരുടെ ഭൂരിപക്ഷം എന്ന തികഞ്ഞ സാങ്കേതികത പിന്തുടരുകയും ചെയ്യുന്നത് ശരിക്കും തെറ്റായൊരു കാര്യമാണ്. എനിക്കൊന്ന് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിവരങ്ങൾ കിട്ടുന്നതിന് അദ്ദേഹത്തെ ഫീഡ് ചെയ്യുന്നത് ആരാണ്, എങ്ങനെയാണ്, എന്താണ് എന്നൊരു വലിയ പ്രശ്നം നിലവിലുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തന്നെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ട് നിന്ന ആളുകൾ തന്നെ ഇതിലേക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ക്ലീനായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കേരളത്തിൽ ഇങ്ങനെയുള്ള എന്താ പറയേണ്ടത് അണ്ടർഹാൻഡ് ഡീലിങ്സും ബാക്ക്ഡോർ എൻട്രിയും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നത് വളരെ നിരാശാജനകമായ കാര്യമാണ്. പ്രത്യേകിച്ചും UDF-ന് വോട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം. ശരി, അതാണ് അതിലെ പ്രശ്നം. ഈ UDF-ന് വോട്ട് ചെയ്തവർ എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുമുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ, വലിയ ഉരുൾപൊട്ടൽ ഇടതുമുന്നണി നേരിട്ടത് മലബാർ മേഖലയിലാണ്. CPM-ന് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ വോട്ടർമാർ ഇത്തവണ UDF-ന് വോട്ട് ചെയ്തു. അതിൽ പ്രതീക്ഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഇത്തവണ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ വർദ്ധിച്ച ഉത്സാഹത്തോടുകൂടി ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും ഉയർന്ന വോട്ട് വിഹിതം എന്ന നിലയിലൊക്കെ വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഡാറ്റ വരുമ്പോൾ കണക്ക് കൂട്ടാൻ കഴിയുന്ന വിധത്തിൽ ഇത്തവണ UDF-ന് വോട്ട് ചെയ്തു. അപ്പോൾ അവരൊക്കെ ഒരു സിമ്പലായി കണ്ടത് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനെ ആകാം. അപ്പോൾ അവരുടെ വികാരം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന വികാരമാണ്. മലബാറിലൊക്കെ പല MLA-മാർക്കും കല്യാണത്തിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് കേൾക്കുന്നു. ജനം പിടിച്ചു നിർത്തി ചോദിക്കുകയാണ്. ആദ്യം ഒരു കാര്യം പറയട്ടെ. അപ്പൊ നമ്മൾ ഈ ന്യൂനപക്ഷ വോട്ട് എന്ന് പറയണ്ട. ഹൈന്ദവ സമുദായത്തിന്റെ അറ്റ്ലീസ്റ്റ് ഭൂരിപക്ഷമുള്ള ഒരു 30-40 കോൺസ്റ്റിറ്റ്യൻസിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ ഒക്കെ മനസ്സിലല്ലേ LDF തോറ്റല്ലോ ഭയങ്കരമായിട്ട് വലിയ ഭൂരിപക്ഷത്തിന്. ഇപ്പോൾ സുധാകരന്റെ കോൺസ്റ്റിറ്റ്യൻസിയിലൊക്കെ എനിക്ക് തോന്നുന്നു 5-10% അധികം ന്യൂനപക്ഷമൊന്നുമില്ല. അപ്പൊ ഇത് ന്യൂനപക്ഷം മാത്രമല്ല, ഇത് ഭൂരിപക്ഷവും കോൺഗ്രസ്. ഇതൊരു സെക്യുലർ വിജയമാണ്. രണ്ടാമത്തെ കാര്യം അതിലുള്ളത് ലീഗിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ഒരു പടിയും കൂടെ പുറത്തേക്ക് പോവുക. 1950-കളുടെ ഫസ്റ്റ് മദ്രാസ് മന്ത്രിസഭ ഉണ്ടാവും. മദ്രാസിൽ C. രാജഗോപാലാചാരിയുടെ മന്ത്രിസഭ ഉണ്ടായിപ്പോ അദ്ദേഹം MLA അല്ല, MP അല്ല, അയാൾ ഒന്നുമില്ല, ഗവർണർ ജനറലായിട്ട് പോരെയാണ്. ആ C. രാജഗോപാലാചാരി MLC ആയിട്ട് ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ട് മന്ത്രിസഭ ഉണ്ടാക്കുന്നത് 5 മുസ്ലിം ലീഗ് MLA-മാരുടെ പിന്തുണയോട് കൂടിയിട്ടാണ്. അപ്പൊ 52 തൊട്ടിട്ട് തന്നെ 50-കളിൽ തൊട്ട് ലീഗ് തുടക്കത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ ലീഗ് കോൺഗ്രസിന് കൂടെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് തെറ്റിയിട്ടുണ്ടാവും. 67 മാത്രമേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ കാര്യമായിട്ട്. അപ്പൊ അതൊന്ന്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, അതായത് ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ ഒരു കാര്യം കൂടെ ഞാൻ ഇടയിൽ പറയാം. അതായത് ഇവിടെ 3 പ്രഗത്ഭരായിട്ടുള്ള 3 വളരെ പ്രഗത്ഭരും സുഹൃത്തുക്കളുമായിട്ടുള്ള 3 കോൺഗ്രസ് നേതാക്കന്മാർ, അതായത് രമേശ്, വേണു ആൻഡ് സതീശൻ, ഇവർ ഒരുമിച്ച് പോവാണ്. കേരളത്തിൽ ഗ്രൂപ്പിസേ ഉണ്ടായിട്ടില്ലാന്നേ. A ഗ്രൂപ്പ് ഇല്ലാതായതിനു ശേഷം ഇവിടെ ഇല്ല, നോ ഗ്രൂപ്പ്, എല്ലാം ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഇലക്ഷൻ വരുന്നത്. അപ്പൊ ഈ ഇലക്ഷനിൽ ഒരു വ്യക്തി മാത്രമല്ല കേട്ടോ ഇതില്. നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സതീശന്റെ പക്ഷത്ത് നിൽക്കാണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ എനിക്കും ആ മനസ്ഥിതി ഉണ്ടായിരിക്കും. പക്ഷെ വേറെ സത്യം നമ്മൾ പറയണം. ഈ ജനരോഷമാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരാണെന്ന്. ജനരോഷം അത് നിങ്ങൾ കണക്കിലെടുക്കുന്നില്ല. നിങ്ങൾ ഒരു വ്യക്തി ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് വേറൊരാൾ ഉണ്ടാക്കിയെന്നോ അതൊന്നുമല്ല ഇഷ്യൂ.
ഇഷ്യൂ കൊടുക്കുന്നത് ജനരോഷമാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അല്ല, തീർച്ചയായിട്ടും ജനരോഷമാണ്. ആ ജനരോഷത്തിന്റെ പോസ്റ്റർ ബോയ് ആയി, ആ ജനരോഷം ക്യാപിറ്റലൈസ് ചെയ്യാൻ തക്കവണ്ണം ഈ കാര്യങ്ങൾ പരുവപ്പെടുത്തിയ ആൾ എന്ന പ്രതീകം എന്നുള്ള നിലയിൽ അവിടെ ആർക്കാണ് പ്രാധാന്യം? ആ പ്രധാനം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തെ കൊച്ചാക്കിയിട്ട് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായില്ലേ? അതായത് അത് പോസ്റ്റർ ബോയ് എന്ന് പറയുമ്പോൾ തന്നെ ചെറിയൊരു ഇംഗ്ലീഷിൽ ചെറിയ പ്രോബ്ലം ഉണ്ട്, സാറില്ല, മനസ്സിലായില്ലേ? അപ്പോ കമാൻഡിലുള്ള ബോയും പോസ്റ്റർ ബോയും തമ്മിൽ വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ ആ നിലക്ക് അദ്ദേഹത്തെ അവിടെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്, മനസ്സിലല്ലേ? എന്തെന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞത്? ഹൈക്കമാൻഡിന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇതിനിടയിൽ ജിൻഡോ പറഞ്ഞപ്പോൾ ഒരു ചെറിയ ധ്വനി വന്നു, ഞങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ ജിൻഡോ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങൾ സത്യമാണ്. 230 സീറ്റിലെത്തിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഇതിന് പ്രയത്നിച്ചതും ഇന്ത്യയിലെ സെക്യുലറിസ്റ്റിന്റെ ലാസ്റ്റ് ഹോപ്പ് ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, മനസ്സിലെ? അതിൽ യാതൊരു തർക്കമില്ല. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ പ്രശ്നത്തെ പറ്റിയിട്ടാണ്. ഈ പ്രശ്നത്തിൽ വന്നിട്ടുള്ള അതാണ്, പഴയ പ്രശ്നത്തിൽ പോയിട്ട് കാര്യമില്ല. നേരത്തെ കുറെ പഴയ പ്രശ്നങ്ങൾ മറ്റേ പറഞ്ഞല്ലോ നമ്മുടെ അഭിലാഷ് തന്നെ. അതിൽ ഞാൻ പറയുന്ന മധ്യപ്രദേശ്, രാജസ്ഥാനൊക്കെ ശരി തന്നെയാണ്. മഹാരാഷ്ട്ര അടക്കം വരും അങ്ങനെ വരുമ്പോൾ, ആസം വരും അങ്ങനെ വരും. അത് അവിടെ കേട്ടോ, അതൊക്കെ പിന്നെ മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 3 സുഹൃത്തുക്കളുള്ളപ്പോ ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം ആദ്യം എടുത്താൽ മതിയല്ലോ. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ സ്റ്റേൺ ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കണ്ടേ? കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് തന്നെ they will never miss an opportunity to miss an opportunity എന്നുള്ളതാണ്. ഒരു അവസരം നഷ്ടപ്പെടുത്താനുള്ള അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്താറില്ല എന്ന്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് നോക്കൂ, ഒരു വലിയ സാധ്യത മുമ്പിൽ നിൽക്കുകയാണ്. വലിയ ജനരോഷത്തിന്റെ കാര്യം അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ. ആ ജനരോഷമൊക്കെ നേരെ തിരിയുന്ന വിധത്തിലല്ലേ ഇപ്പൊ കാര്യങ്ങൾ? അതെ, അല്ല അതിൽ പ്രശ്നം കൂടെ പറഞ്ഞാലേ ഞാൻ ഒന്നും കൂടെ ഒരു പടി മുകളിലോട്ട് പോവാം. ഇങ്ങനെ പോകുമ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഗ്രൂപ്പിസം ഇല്ലാതിരുന്നിടത്ത് ഇപ്പൊ ഗ്രൂപ്പ് വന്നു. ഇപ്പൊ വ്യക്തമായിട്ട് ഗ്രൂപ്പ് വന്നേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നമുക്കറിയാം MP-മാര് തൊട്ട് MLA-മാര് തൊട്ട് സൈഡ് കിട്ടിയവൻ ആ ഗ്രൂപ്പിൽപ്പെട്ട് സതീശന് കൂടെ അവർ വിളിക്കുകയാണ്, ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയാണ്, ശക്തി കൂട്ടുകയാണ്. അപ്പൊ അതിനർത്ഥമല്ലേ ഗ്രൂപ്പിസം എന്ന്. ആ ഗ്രൂപ്പിസം വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ കിടത്തണ്ടേ എന്തെങ്കിലും തീരുമാനം എന്തായാലും കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, കോൺഗ്രസിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഈ നമ്മൾ തെരുവിൽ എന്ത് നാടകം നടന്നാലും ഫൈനലായിട്ട് ഹൈക്കമാൻഡ് എടുക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനത്തെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാം. ഈ MLA-മാരിൽ AK ആന്റണിയുടെ മാരത്തൊരാളോ K കരുണാകരന്റെ മാരത്തൊരാളൊന്നുമില്ല പാർട്ടി വളർത്താൻ. കോടകത്തിന്റെ ജലസിൽ 26 MLA-മാർ പോയില്ലേ കരുണാകരന്റെ കൂടെ. AK ആന്റണിയുടെ കൂടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എമർജൻസിക്ക് ശേഷം ഈ എത്ര പേര് ഇറങ്ങിപ്പോയി, MLA-മാർ അടക്കമുള്ളവർ പോയി അപ്പുറത്ത് ചേർന്ന് നായനാർ മിനിസ്ട്രിയിൽ. അപ്പൊ അതുമായി ഒരാൾ ഇവിടെ ഇല്ല. അപ്പൊ അതില്ലാതെ അവർക്ക് അസസ് ചെയ്യാലോ. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തെ ലീഗ് അനുകൂലിക്കൂല, അത് അവർക്ക് അസസ് ചെയ്യാലോ. അപ്പൊ അവരൊരു തീരുമാനം എന്തോ ആയിക്കോട്ടെ, ഒരു തീരുമാനത്തിലോട്ട് എത്തട്ടെ. ഇനിയിപ്പോ ശരി, ഇപ്പൊ ഏറ്റുമുട്ടലിപ്പോ ഡയറക്റ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് സതീഷിനും വേണും കൂടാണ്. ശരി, മൂന്നാമത്തെ ആളുണ്ടല്ലോ, കോംപ്രമൈസ് കാൻഡിഡേറ്റ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, രമേശ് ഉണ്ടല്ലോ. അദ്ദേഹം പ്രാഗൽഭ്യമുള്ള ആളല്ലേ, എന്നാൽ രമേശിനെ എടുക്കട്ടെ. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ നിരീക്ഷണമൊക്കെ വിട്ടിട്ട് MES-ന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനയിൽ തന്നെ 3 പേരെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. പക്ഷെ നമ്മൾ അഭിപ്രായം പറയും. അപ്പൊ അതാ നിലക്ക് ഇത് നീട്ടിക്കൊണ്ടുപോകാതെ ഏറ്റവും വേഗം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇനി ഒരു ശല്യം കൂടെ വരുന്നുണ്ട്, 2 ശല്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. മന്ത്രിസഭ ഉണ്ടാക്കുമ്പോ ഒറ്റ മിനിറ്റ് അഭിലാഷ്, ഒറ്റ മിനിറ്റ്. മന്ത്രിസഭ ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് ഇപ്പൊ KPCC പ്രസിഡന്റിന് വേണ്ടി വടംവലി തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കറിയാലോ ആരൊക്കെ കൂടിയിട്ടാണ് ഇപ്പൊ വടംവലി തുടങ്ങുന്നത്. അപ്പൊ ഇതൊക്കെ ഇത് അനുവദിക്കരുത്. ഈ മാറ്റേഴ്സ് ഇതിനൊരു തീരുമാനത്തിൽ എത്തിക്കണം. ഇതൊന്നും കൂട്ടിക്കൊടുക്കാൻ പാടില്ല. ശരി, തീരുമാനം ഉടൻ എടുക്കണം എന്നുള്ളതാണല്ലോ. ഓക്കെ, ഞാൻ അങ്ങനെ. പക്ഷേ ജിൻഡോ ജോൺ, ഈ കേരളത്തിന്റെ ഒരു ദൗർഭാഗ്യം എന്ന നിലയിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ വലിയ മാൻഡേറ്റ്, മാസീവ് മാൻഡേറ്റ് കിട്ടിയ പല സന്ദർഭങ്ങളിലും ആ മന്ത്രിസഭകൾ കാലാവധി പൂർത്തിയാക്കാതെ അവസാനിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മന്ത്രിസഭകളായിരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇപ്പോൾ 67-നെ സംബന്ധിച്ചാണെങ്കിൽ അത് ഇടത് മന്ത്രിസഭയാണ്, 77-നെ സംബന്ധിച്ചത് കോൺഗ്രസിന്റെ മന്ത്രിസഭയാണ്. നമ്മൾ കുറച്ചുകൂടി റീസെന്റ് ആയിട്ട് വന്നാൽ ഇതിനു മുമ്പുള്ള ഏറ്റവും വലിയ വിജയം 2001-ലാണ് കിട്ടിയത്. 2001-ൽ വലിയ വിജയം നേടിയ 100 സീറ്റുമായി മുന്നോട്ട് പോയ AK ആന്റണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാജിവെക്കേണ്ടി വന്നു, പുതിയ മുഖ്യമന്ത്രി വരേണ്ടി വന്നു. ഒരു വ്യത്യാസമുള്ളത്, അന്നൊക്കെ ആ A ഗ്രൂപ്പും I ഗ്രൂപ്പും പരസ്പരം നിൽക്കുമ്പോൾ MLA-മാർ മാത്രമല്ല 2 ക്യാമ്പിലുള്ളത്, അണികളുണ്ടായിരുന്നു. കേഡർ സ്വഭാവത്തിലുള്ള അണികൾ ഈ കോഴിക്കോടും മറ്റുമൊക്കെ
കെ മുരളീധരൻ മേഖലാ ജാഥകൾ വിളിക്കുമ്പോൾ ഐ ഗ്രൂപ്പിന്റെ അണികളാകെ കടൽ പോലെ ഇരച്ചു വരുന്നത് കണ്ടിട്ടുണ്ട്. മറൈൻ ഡ്രൈവിൽ കെ കരുണാകരൻ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ആ നിലയ്ക്ക് ഇപ്പോൾ MLA മാരുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും, അണികൾ അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് വരാൻ തയ്യാറല്ലാതെ നിൽക്കുമ്പോൾ, അണികൾ വളരെ പൊളിറ്റിക്കലായി ഒരു മുന്നണിയുടെ അണികളായി, ഇവനൊരു പാർട്ടിയുടെ അണികളായി പോലും അല്ലാതെ മുന്നണിയുടെ അണികളായി നിൽക്കുമ്പോൾ ആ അണികളോട് നീതി പുലർത്തണം എന്നൊരു വലിയ ഉത്തരവാദിത്വം ഈ നേതാക്കൾക്കൊക്കെ വന്നു ചേരുന്നില്ലേ? തീർച്ചയായിട്ടും ഇതിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അഭിലാഷ്, ഈ ഗവൺമെൻറ് ടേം തയ്ക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും സംശയവും ആർക്കും വേണ്ട. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകൾ മുമ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അന്ന് അത്തരത്തിൽ വീണ്ടും വിചാരമില്ലാതെ ദീർഘവീക്ഷണമില്ലാതെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ പാപഭാരമാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്ന വിജയം ഇന്നത്തെ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമല്ല. ഇന്നത്തെ ഒരു കുഴപ്പം, ഇന്ന് അനുഭവിക്കുന്ന ഒരു പരാജയം ഇന്ന് ചെയ്ത ഒരു പ്രവൃത്തിയുടെ മാത്രം ഫലമായിട്ടല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി നടന്നു വരുന്ന ചില കുഴപ്പങ്ങളുടെ ഭാഗമാണ് അവസാനം വലിയൊരു പരാജയത്തിലേക്ക് എത്തുന്നതും കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരോത്സാഹത്തോടെ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വിജയം കിട്ടുന്നത്. ഒരു വിജയത്തിനും ഒറ്റയ്ക്കൊരു അവകാശിയും ഉണ്ടാകാൻ പാടില്ല, ഒരു പരാജയത്തിനും ഒറ്റയ്ക്കൊരു അവകാശിയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഒരു കാഴ്ചപ്പാട്. പരാജയപ്പെട്ടാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കും ഹൈക്കമാൻഡിനും ഗാന്ധി കുടുംബത്തിനും AICCക്കും ഒക്കെ ആയിരിക്കും. ജയിക്കുമ്പോൾ അത് എല്ലാവരുടേതുമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ഉത്തരാഖണ്ഡിലായിരിക്കുന്ന സമയത്ത് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ആ നാട്ടിലെ ആളുകൾ കോൺഗ്രസിനെതിരെ മുദ്രാവാക്യം വിളിച്ചത് ഞാൻ നേരിട്ട് കേട്ടതാണ്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരായിട്ടാണ്. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിക്കെതിരെയോ അവിടെ നേതൃത്വം നൽകിയ ആളുകൾക്കെതിരെയോ അല്ല. അപ്പോൾ പാപഭാരം മുഴുവൻ ഏൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു ജനവിധി വന്നതിന് ശേഷം ഒന്നിലധികം നേതാക്കന്മാർ ഒരേ താല്പര്യത്തിൽ നിൽക്കുമ്പോൾ, അവരുടെ പുറകിൽ പല MLA മാരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുമ്പോൾ, പാർട്ടിക്കകത്തും പുറത്തും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോൾ എല്ലാവരെയും കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ജനാധിപത്യ മാർഗമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലാതെ ഇപ്പോൾ ഹൈക്കമാൻഡിന് പ്രത്യേക താല്പര്യത്തോടെ ഒരാളെ നിയമിക്കാനുണ്ടായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യാമായിരുന്നല്ലോ. ഇപ്പോൾ പലരും സൂചിപ്പിച്ചതുപോലെ അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ. അങ്ങനെ പ്രഖ്യാപിക്കുന്നത് ഒരു ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരെയും കേൾക്കുന്നത്. മറിച്ച് കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനം വിലയിരുത്തിയിട്ട് ഒരാളെ അങ്ങ് പ്രഖ്യാപിക്കാൻ അങ്ങനെയും പറ്റില്ല. മത്സരിച്ച ആളുകളിൽ തന്നെ ഒന്നിലധികം ആളുകൾ താല്പര്യപൂർവ്വം നിൽക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. മത്സരിച്ച ആളുകളിൽ തന്നെ ഒന്നിലധികം ആളുകളെ പിന്തുണയ്ക്കുന്ന MLA മാരും ഉണ്ടാകുന്നു, സീനിയർ നേതാക്കന്മാർ MP മാർ എല്ലാവരും ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ഇത്രത്തോളം ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനൊരു ക്രൈസിസ് എന്നും കൂടി പറയാം. അത്തരം സാങ്കേതികമായിട്ടുള്ള ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ എല്ലാവരും കേൾക്കുന്നതിനെടുക്കുന്ന സമയം ഒരിക്കലും അത് അധികപ്പെടുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് രാത്രിയോ നാളെയോ ഒക്കെ ആയിട്ട് വൈകാതെ തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിനെടുക്കുന്ന സമയം ഒരു നല്ല സമയമാണെന്ന് ഞാൻ വിചാരിക്കുക. ഈ ഒരു 9 ദിവസത്തെ വൈകൽ കൊണ്ട് ഒരു തരത്തിലുള്ള കുറവ് കേരളത്തിൽ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഉണ്ടാകില്ല. മുഖ്യമന്ത്രി എവിടെ എന്ന് ചോദിക്കുന്നവർക്ക് മുഖ്യമന്ത്രി അധികാരമേറ്റതിന് ശേഷമുള്ള 5 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായ നിരാശയോ സങ്കടമോ ഉണ്ടാകില്ല. കടക്ക് പുറത്ത് എന്ന് പറയാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ അധികാരമേൽക്കും. എല്ലാ ഘടകകക്ഷികൾക്കും തുല്യ പരിഗണനയോടെ ഒരേപോലെ ചേർത്ത് നിർത്തുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരമേൽക്കും. അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. വരാൻ വേണ്ടി മാത്രം ഞങ്ങൾ കാത്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ശരി, എന്തായാലും ഇന്നില്ല, നാളെ ഖാർഗെ രാഹുൽ ചർച്ചയുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷം എന്നതാണ് ഇപ്പോഴത്തെ നില. നാളത്തെ കാര്യം എന്താണെന്ന് നാളെ പറയാൻ പറ്റൂ. ശ്രീ ജി ഗോപകുമാർ, ഇക്കാര്യത്തിലെ ഘടകകക്ഷികളുടെ നിലപാട്, ഇപ്പോൾ കേരള കോൺഗ്രസിന് 8-7 സീറ്റുണ്ട്. അവർ പക്ഷെ ഒരു കടും പിടുത്തം പിടിക്കില്ല. അവരുടെ താല്പര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇത്തവണ. അവരും കോൺഗ്രസ് പാർട്ടി ഇന്ന ആളെ പ്രഖ്യാപിച്ചേ പറ്റൂ എന്ന വാശിയൊന്നും പിടിക്കുന്നില്ല. പക്ഷെ അവരുടെ ചോയ്സ് എന്ന് പറയുന്നത്, അവരോട് ചോദിച്ചാൽ അത് VD സതീശനാണ്. പക്ഷെ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുക്കട്ടെ. പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ രണ്ടും ഈ നിലപാടാണ് എടുക്കുന്നത്. അവർക്ക് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്ത് അവരുടെ CLP ലീഡറെ തെരഞ്ഞെടുത്താൽ മന്ത്രിസഭ രൂപീകരിക്കാമെന്ന മൈൻഡാണുള്ളത്. അവർക്ക് പക്ഷെ അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഈ കാര്യത്തിലൊക്കെ ഘടകകക്ഷികൾ ഏതെങ്കിലും തരത്തിൽ ഇടങ്കോലിടും, അല്ലെങ്കിൽ കോൺഗ്രസിനെ സ്വാധീനിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങളിൽ വല്ല വസ്തുതയുണ്ടോ? താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുമൊന്നുമില്ല, അതില്ലായിരിക്കാം. പക്ഷേ ഒരു ബന്ധം, ഒരു ആത്മബന്ധമുള്ളത് ഈ ഘടകകക്ഷികൾ തമ്മിൽ ശക്തമായിട്ടുള്ളതിൻ്റെ ഒരു ചരിത്ര പാരമ്പര്യം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. പ്രത്യേകിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ. അതേപോലെ മറ്റ് ഘടകകക്ഷികളുടെയും നിലപാട് അതുപോലെയാണ്. കേരളം ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ കളിത്തൊട്ടിലാണ്. ഇന്ത്യയിൽ ആദ്യമായി മുന്നണി രാഷ്ട്രീയം തുടങ്ങിയത് തിരുവിതാംകൂർ കൊച്ചിയിലാണ്. 1954 തന്നെ തൊട്ട് തുടങ്ങിയതാണ്. പിണറായി വിജയൻ്റെ അഭിപ്രായത്തിൽ
ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പോലും ഒരു മുന്നണി ഗവൺമെൻറ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം 6 MLA-മാർ സ്വതന്ത്രന്മാർ പിന്തുണച്ചിട്ടാണ് ആ ഗവൺമെൻറ് വന്നതെന്നാണ്. കോൺഗ്രസിൻ്റെ ആർ ശങ്കറിൻ്റെ ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ ഒരു ഒറ്റക്കക്ഷി ഭരണം അങ്ങനെ നോക്കിയാൽ നടത്തിയിരിക്കുന്നത്. എല്ലാ ഗവൺമെൻറ്റുകളും 95% ഗവൺമെൻറ്റുകളും 23 ഗവൺമെൻറ്റുകൾ ഇതിനകം വന്നു. എല്ലാ മുന്നണി രാഷ്ട്രീയമാണ്. അപ്പോൾ മുന്നണി സഖ്യകക്ഷികളെ ഒഴിവാക്കാൻ പറ്റില്ല. അവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയണം. ഒരുമിച്ചുള്ളൊരു സിനർജിയിലാണ് മുന്നണി രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അവർ പറയുന്നതിനകത്ത് വെയിറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ജനങ്ങളുടെ വികാരം പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അത് സോഷ്യൽ മീഡിയയുടെ കാര്യമല്ല. പ്രതിപക്ഷ നേതാവിനുള്ള ജനകീയത എന്താണെന്നുള്ളത്, അതേപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവിന് അംഗീകാരം കൊടുത്തിരിക്കുന്നൊരു പശ്ചാത്തലമുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അതെല്ലാം പരിഗണിക്കാതെ പെട്ടെന്നൊരു തീരുമാനം അടിച്ചേൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് തുടക്കത്തിലുണ്ടാക്കിയ ഈ പ്രശ്നം ഒരു പക്ഷേ തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഹൈക്കമാൻഡിൻ്റെ ശക്തിയുള്ള ഒരാൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തുടക്കത്തിൽ തന്നെ കുഴപ്പമുണ്ടാകും. അത് മറ്റു രീതിയിലൊന്നും പ്രതിഷേധിച്ചൊന്നും പോകത്തില്ലായിരിക്കാം. പക്ഷേ തുടക്കത്തിൽ കല്ല് കടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ മുന്നണി രാഷ്ട്രീയത്തിനകത്തുണ്ടാകുന്ന തരംഗത്തിൻ്റെ ഭൂരിപക്ഷമൊക്കെ അത് എപ്പോഴും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നാട്ടുകാരോട് ഇപ്പോൾ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനകത്തൊരു ഏകാധിപത്യ സ്വഭാവമുണ്ടെങ്കിലും തീരുമാനം ഒറ്റയ്ക്കെടുക്കും, 10 അഭിപ്രായമില്ല എന്ന് പറയും. അതേപോലെ തന്നെ BJPയും ചെറിയ രീതിയിലാണെങ്കിലും മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പ്രതിപക്ഷത്തിനെയും മറ്റ് സഖ്യകക്ഷികളെയും ഒക്കെ പരിഗണിച്ച് പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ സഖ്യകക്ഷികളുടെ പിന്തുണയിലും കൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഗ്രാമറിൽ നിന്നുകൊണ്ട് ഈ തീരുമാനം എടുക്കുന്നതാണ് ഉചിതം. അങ്ങനെ എടുക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ സഖ്യകക്ഷികൾ പടങ്ങി പോകത്തൊന്നുമില്ല, ഉറപ്പാണ്. പക്ഷേ പിന്നീടുള്ള പ്രയാണത്തിൽ ഈ അടുത്ത 5 വർഷം എങ്ങനെയാണ് അതിൻ്റെ കുഴപ്പങ്ങളുടെ ഒരു തുടക്കത്തിലുള്ള ഒരു കേളികൊട്ടാണോ ഇവിടെ കണ്ടത്? ഇനി വരാൻ പോകുന്ന 5 വർഷം എങ്ങനെയാണ് ഭരിക്കാൻ പോകുന്നത്? ലീഡർഷിപ്പ് പ്രാധാന്യമുള്ളതാണ്. എന്തായാലും ലീഡർഷിപ്പിനൊരു പ്രാധാന്യമുണ്ട്, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതെല്ലാം പരിഗണിച്ചു കൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി ഒരു ജനാധിപത്യ സ്വഭാവം ഉണ്ടാകുമായിരുന്നു അതിനകത്ത്. യെസ്, അതാണ് ഇപ്പോൾ വരാൻ പോകുന്ന വലിയ ആക്ഷൻ പടത്തിൻ്റെ ട്രെയിലർ മാത്രമാണോ ഇപ്പോൾ കാണുന്നതെന്ന് ജനം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം വരാം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. പക്ഷേ TK വിനോദൻ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതും ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. 3 പേരിൽ ഒരാളായിരിക്കുമല്ലോ മുഖ്യമന്ത്രി. ആരാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. പക്ഷേ ഇത് അകലം കൂട്ടുന്ന വിധത്തിൽ, വലിയ തോതിൽ വിള്ളലുകൾ ഉണ്ടാവുന്ന വിധത്തിൽ സമയം നീളുകയാണ്. ഇതിനോടകം തന്നെ വ്യക്തിഹത്യാപരമായിട്ടുള്ള പല കാര്യങ്ങൾ ചേരിതിരിഞ്ഞ് പ്രചരിപ്പിക്കുന്ന നിലയിലേക്ക് ചില ആളുകൾ മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പരസ്പര വിശ്വാസമുള്ള 102 പേരുടെ പരസ്പര വിശ്വാസമുള്ള സംഘമായി മുന്നോട്ട് പോകാനും കെട്ടുറപ്പുള്ള ഒരു മന്ത്രിസഭയായി 5 കൊല്ലം ഭരിക്കാനും കഴിയുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ടോ ഈ മണിക്കൂറിൽ? ഈ തിരഞ്ഞെടുക്കപ്പെടാത്ത ഇപ്പോൾ MLA അല്ലാത്ത ആളാണ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും 6 മാസത്തിനുള്ളിൽ 2 ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരും. ആ 2 ഉപതെരഞ്ഞെടുപ്പും പരാജയപ്പെടാനാണ് സാധ്യത. കാരണം ജനങ്ങളോട് എന്ത് പറയും? ഹൈക്കമാൻഡ് നേതാക്കന്മാരോ ആരോ വരട്ടെ, എന്തിനാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് അവർ എങ്ങനെ വിശദീകരിക്കും? മാത്രം അല്ല, അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഇപ്പം വിശേഷിച്ചു ആലപ്പുഴ പാർലമെൻ്റ് ആണെങ്കിൽ കഴിഞ്ഞ തവണ BJP നേടിയ വോട്ട് ആലോചിച്ച് നോക്കണം. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനങ്ങളുടെ രോഷം അനുഭവിക്കേണ്ടി വരും. പിന്നെ ഈ റിഫ്റ്റ് എന്ന് പറയുന്ന തുടക്കത്തിലുള്ള റിഫ്റ്റ് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് തീയാകുക എന്ന് പറയുന്ന പോലെ ഇത് ഈ മുന്നണിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ ധാരണ മുന്നണിയുടെ തകർച്ചയിലേക്ക് തന്നെ, നമ്മളിപ്പോൾ രാഷ്ട്രീയ ചരിത്രം കുറെ കാലമായിട്ട് പഠിക്കുന്നതാണല്ലോ, ഇത് UDFൻ്റെ തകർച്ചയിലേക്കായിരിക്കും നയിക്കുന്നത്. അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിം ലീഗിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യം പ്രഖ്യാപിച്ചിട്ടില്ല. മുസ്ലിം ലീഗിനും ഇടതുപക്ഷ മുന്നണിയോട് അങ്ങനെ ഐക്യമില്ല. കാരണം സാഹചര്യങ്ങളാണ്. ഇത്രയും കാലം പരസ്പര ബന്ധത്തിൽ പരസ്പര സൗഹൃദത്തിൽ സഹകരിച്ചു പോയി. മുസ്ലിം ലീഗിൻ്റെ സംഘടനയാണ് മലബാറിൽ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. UDFൻ്റെ അവർ അമിതമായ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. 2 പാർലമെൻറ്റ് സീറ്റ്. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് അവകാശപ്പെട്ട സീറ്റുകളൊന്നും അവർ ചോദിച്ചിട്ടില്ല. അപ്പോൾ വളരെ മര്യാദയായിട്ട് വളരെ ന്യായമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെ സംബന്ധിച്ചും രണ്ട് പറഞ്ഞ പോലെ എന്താ പറയുക, അണമുട്ടിയാൽ ചെറിയും കടിക്കുമെന്ന് പറയുന്നത് പോലെ മുസ്ലിം ലീഗും ഒക്കെ സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ മുന്നണിയുടെ തകർച്ചയിലേക്ക് നയിക്കാൻ ഇത് കാരണമാകും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കുന്നതിനൊന്നും അങ്ങനെ മടിക്കേണ്ട കാര്യമില്ല. മറ്റു കേരള കോൺഗ്രസിന്
അംഗങ്ങളുണ്ട്. കേരള കോൺഗ്രസിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നതിന് വലിയ പ്രശ്നങ്ങളുള്ള പാർട്ടികളല്ല. അതുകൊണ്ട് ഇത് ഭദ്രമാണെന്ന് വിചാരിക്കരുത്. കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം അതാണ് പറയുന്നത്. ഇത് തീ കൊണ്ടുള്ള കളിയാണ്. ഇതെനിക്ക് തോന്നുന്നു UDFിൻ്റെ തകർച്ചയ്ക്ക്. അതിനുശേഷം പക്ഷേ കോൺഗ്രസ് വേറൊരു പുതിയ, ഇപ്പോൾ മമതാ ബാനർജി വന്നതിപ്പം കൽക്കട്ട ബംഗാളിൽ പിന്നെ കോൺഗ്രസ് എന്ത് ചെയ്യും? അന്ന് മമതാ ബാനർജിയെ പുറത്താക്കാൻ വേണ്ടി നിന്ന ദേശീയ നേതൃത്വം പിന്താങ്ങിയ സുബ്രതോ ബാനർജിയും സോമനാഥ് മിത്രയൊക്കെ എവിടെ പോയി എന്ന് പറയുന്നത് പോലെ പറയാനൊക്കത്തില്ല. ഡൈനമിക്സ് എങ്ങനെ മാറുമെന്നുള്ളത്, കേരള രാഷ്ട്രീയത്തിലെ ഡൈനമിക്സ് എങ്ങനെ മാറുമെന്ന് പറയാനൊക്കത്തില്ല. അപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് അപ്രസക്തമായി പോയിക്കൂടാന്നുമില്ല കേരളത്തിൽ. അത് വളരെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളാണ്. ഒരു മഹാവിജയം നേടിയതിൻ്റെ 9ാമത്തെ രാത്രിയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ തകർച്ച മുന്നിൽ കാണേണ്ടി വരുമോ എന്ന് ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതെങ്ങനെ വരുത്തി വെച്ചു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആലോചിക്കേണ്ടത് കോൺഗ്രസ് ആണ്. എന്ത് സംഭവിക്കും, നാളെയെങ്കിലും ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുമോ? കാത്തിരിക്കാം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.